ഉമർ മൗലവി നിങ്ങൾ കണ്ടല്ലോ നേരത്തെ, കെ എം മൗലവി, ഇവരൊന്നും പഠിപ്പിച്ച മുജാഹിദല്ല ഇപ്പോഴുള്ളത്. അതൊക്കെ പോയി. പണ്ട് മുജാഹിദ് എന്താ പറഞ്ഞതറിയോ? ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, കുതുബിയത്ത് ചൊല്ലാൻ പാടില്ല. കാരണം മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. എന്തേ കെ എം മൗലവി റഹിമഹുല്ലാ, ഉമർ മൗലവി റഹിമഹുല്ലാ തുടങ്ങുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്ന തൗഹീദിലല്ല, ആ മുജാഹിദല്ല ഇപ്പോഴുള്ളത്, മാറിപ്പോയി. എന്താ അവര് പറഞ്ഞെന്താ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, ബദരിയത്ത് പാടാൻ പാടില്ല, ഖുത്ബിയത്ത് ചൊല്ലാൻ പാടില്ല. എന്നാൽ ഇന്ന് മാറിയിരിക്കണം. എവിടെ മാറിയടോ? എവിടെ ഞങ്ങൾ മാറിയത്? ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. ഒരു ജിന്നിനും ഒരു മലക്കിനും ഒരു നബിക്കും ഒരു വലിക്കും ഒരു ആൾക്കും സാധിക്കൂല. അതിന് അശ്വനിമാർക്ക് മറഞ്ഞ മാർഗം എന്താന്ന് മനസ്സിലായിട്ടില്ല. മറഞ്ഞത് എന്ന് കേട്ടപ്പോ എന്താന്ന് മനസ്സിലായില്ല. അതിനെ പെട്ടെന്ന് ഓർത്തെന്നറിയോ? കണ്ണി കാണാത്തതാ. മറഞ്ഞെന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കണത് നമുക്ക് അറിയാത്തത്, നമ്മൾ അറിയാത്തത് എന്ന് അല്ല. മുസ്ലിയാക്കന്മാരെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ മാർഗത്തിലൂടെ അങ്ങനെയാണ്. അങ്ങനെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഇപ്പോഴും മുജാഹിദുകൾ അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ആരെങ്കിലും വിചാരമുണ്ടോ അങ്ങനെയല്ലാന്ന്? ഉണ്ടോ? ഇല്ല. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ആ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. കെ എം മൗലവി റഹിമഹുല്ലയുടെ ഗ്രന്ഥമാണ് ഞങ്ങളെ കയ്യിലുള്ളത്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. ഇനി നമ്മള് തിരുത്തലിന്റെ ആളുകളാണല്ലോ. നമ്മൾ അശ്വനെ എന്നെ പറയണ്ടേ, നമ്മൾ എന്തൊക്കെയോ തിരുത്തിക്കണം. എന്നിട്ട് സക്കരിയ ചെയ്ത പണി കേൾക്കണോ നിങ്ങൾക്ക്? മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളത് ചോദിക്കുക എന്നിടത്ത് അയാൾ മനുഷ്യൻ എന്നത് വെട്ടി. എന്നിട്ട് അയാൾ ഇവിടെ എഴുതി കൊടുത്തു, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന. തട്ടിപ്പ് കണ്ടങ്ങള്. കാരണം എന്താ? സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്താവുമ്പോ പിന്നെ ജിന്നും മലക്കൊക്കെ സൃഷ്ടിയാണല്ലോ. അപ്പൊ ഓരോട് സഹായം തേടാ എന്നായി ഓരോ പുരോഹിതന്മാരും വന്ന് അവർക്കൊപ്പിച്ച് ദീനിനെ മുറിക്കുന്നു. കളവ്. ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റുധരിപ്പിക്കുന്നത്? സക്കരിയ സ്വലാഹി വന്നിട്ടാണ് വെട്ടിമുറിച്ചത് എന്ന നിങ്ങളുടെ കളവ്, അത് ശുദ്ധമായ നുണയല്ലേ? മനുഷ്യ കഴിവിന് അതീതമെന്നത് മുറിച്ചിട്ട് സൃഷ്ടികളുടെ കഴിവിന് അതീതമെന്ന് മാറ്റിയെന്ന് നിങ്ങൾ സാധാരണ ജനങ്ങളുടെ മുന്നിൽ നുണ പറഞ്ഞതല്ലേ? അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് ഇതാ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അമാനി മൗലവി റഹിമഹുല്ലാ, കേരളക്കരയിൽ ഇത്രയും ഉന്നതമായൊരു പരിഭാഷ വേറെ ഇല്ലല്ലോ. അതാ ആ പരിഭാഷയുടെ 1-ാം വാള്യമാണ്. അത് കേരളത്തിൽ മിക്കവാറും ആളുകളുടെ കയ്യിലുണ്ടല്ലോ. അതെ, അതിൻ്റെ 1-ാം വാള്യം 112, 113 പേജുകൾ. ഏതാണ് ആയത്തെന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആയത്തിന്റെ വിശദീകരണം എഴുതി വരുമ്പോൾ മഹാനായ അമാനി മൗലവി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, ചുരുക്കി പറഞ്ഞാൽ ഏതൊരു നിസാര കാര്യത്തിലും അതിനുള്ള എല്ലാ സാഹചര്യവും ചുറ്റുപാടും അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും, മനുഷ്യനിൽ നിന്നല്ല, സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിങ്കൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നതും. അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമാകൊണ്ട് മറ്റാരോടും അതിനപേക്ഷിക്കുന്നത്
വ്യർത്ഥമായിരിക്കുമെന്നു മാത്രമല്ല, അത് തനി ശിർക്കും കൂടിയാണ്. ഇവിടെ ആരാ തിരുത്തിയത്? മുസ്ലിയാക്കന്മാരെ. സക്കരിയ സ്വലാഹി തിരുത്തി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അമാനി മൗലവി റഹിമഹുല്ല തന്റെ തഫ്സീറിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്, സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും മനുഷ്യനിൽ നിന്നല്ല, സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തത് എന്ന് തന്നെ വ്യക്തമായും രേഖപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ കെ എം മൗലവിയുടെ ദീനിൽ നിന്ന് വിട്ടുപോയിന്ന്. കെ എം മൗലവി പഠിപ്പിച്ച മുജാഹിദിൽ അല്ല ഇവരുള്ളതെന്ന്. എന്നാൽ കെ എം മൗലവി റഹിമഹുല്ല എന്നാണ് ജനിച്ചത്? 1886 ജനിച്ച് 1964 മരണപ്പെട്ടു പോയ കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ ആദ്യകാല പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഈ പുസ്തകത്തിന്റെ അഥവാ കെ എം മൗലവി ഫത്വകൾ എന്ന പുസ്തകത്തിന്റെ 130-ാമത്തെ പേജ് പരിശോധിക്ക് നിങ്ങൾക്ക് കാണാം. അതിൽ അദ്ദേഹം പറയുന്നു, മനുഷ്യ കഴിവ് എന്നല്ല, മനുഷ്യന്റെ പ്രത്യേകത എന്നല്ല. നോക്കൂ, നിങ്ങൾക്ക് കാണാം, സാധാരണ സൃഷ്ടികളുടെ കൈയാൽ നടന്നു വരാറുള്ള കാര്യങ്ങളെ കൊണ്ട് സഹായിച്ച് രക്ഷപ്പെടുത്തുവാൻ എന്ന് വെച്ചാൽ സാധാരണയായ കാര്യകാരണ ബന്ധമനുസരിച്ച് പടപ്പുകൾക്ക് കഴിവുള്ള വഴികളാൽ സഹായിച്ച് രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക. ഇനി അതിൻ്റെ 2-ാമത്തെ ഭാഗം കേട്ടോളൂ. ഇவ்விதം കാര്യങ്ങൾക്ക് പുറമെയുള്ള വിഷയങ്ങളിൽ പാപങ്ങൾ പൊറുക്കുക, ചൊവ്വായ വഴിയിലേക്ക് ചേർത്തു തരിക അഥവാ ഹിദായത്തു തരിക, മഴയെ ഇറക്കുക, ദീനങ്ങൾ ശിഫയാക്കുക, ആപത്തുകളെയും ബലാഹുകളെയും തട്ടിക്കളയുക, അവയെ നീക്കി രക്ഷപ്പെടുത്തുക, ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് സഹായിക്കുക. ആദിയായി അള്ളാഹുവിന് മാത്രം ശക്തിയുള്ള അവന്റെ ഖജാനകളിൽ മാത്രമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധിക്കണേ. കേരളത്തിൽ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുഴുവൻ മുസ്ലിയാക്കന്മാരും കേട്ടോളൂ. അദ്ദേഹം പറയുകയാണ്, സാധാരണയിൽ സൃഷ്ടികളുടെ കൈയാൽ നടന്നു വരാറില്ലാത്ത, സാധാരണ സൃഷ്ടികളുടെ കൈയാൽ നടന്നു വരാറില്ലാത്ത വഴികളാൽ എന്ന് വെച്ചാൽ ഗൈബിയായ മാർഗങ്ങളിലൂടെ സഹായിച്ച് രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക. ഇவ்விதം ഇസ്തിഗാസ അല്ലാഹുവിനോടല്ലാതെ ചെയ്യാൻ പാടുള്ളതല്ല. ഇത് കെ എം മൗലവി പഠിപ്പിച്ചതാണോ? ആ വാചകത്തിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ വാചകം വെട്ടിത്തിരുത്തിയെന്നല്ലേ നിങ്ങൾ ആരോപിച്ചത്? കൊണ്ടുവരാൻ സാധിക്കുമോ മുസ്ലിയാക്കന്മാരെ? അതാ തകർത്തു എന്ന് നിങ്ങളാണ് പറഞ്ഞത്. ഇനി കഴിഞ്ഞില്ല, ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം. അതേതാ? ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തല്ലേ പരപ്പനങ്ങാടി എന്ന സ്ഥലം? അതാ 950 പരപ്പനങ്ങാടിയിൽ വെച്ച് സമസ്ത മുസ്ലിയാക്കന്മാരും മുജാഹിദ് നേതാക്കളും തമ്മിൽ നടത്തിയ അവർ തമ്മിൽ തർക്കിക്കുകയും സംവാദത്തിന് കളമൊരുങ്ങുന്നതിന് മുമ്പ് സംവാദ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ആ സംവാദ വ്യവസ്ഥയിൽ വ്യക്തമായി മുജാഹിദുകളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. പടപ്പുകളുടെ കഴിവിൽപ്പെടാത്തതും പടച്ചവന്റെ കഴിവിൽ മാത്രം ഇരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കൽ, പടപ്പുകൾ ആരായാലും ശരി അത് ശിർക്കാണെന്നും ആ പ്രാർത്ഥന ഇബാദത്താണെന്നും ഖുർആൻ തെളിയിക്കുന്നത് കാണുക. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. 950 വാദപ്രതിവാദ വ്യവസ്ഥയിൽ മുജാഹിദുകൾ എഴുതിയത് സൃഷ്ടികളെന്നാ. ആരാടോ അശനി മാറ്റി എന്ന് പറഞ്ഞത്? ആരാണ് നിന്നെ ഇങ്ങനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത്? മുജാഹിദുകൾക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ സത്യസന്ധമായി ഒന്നും കിട്ടാതെ വന്നപ്പോ കളവിന്റെ പിന്നാലെ കൂടുന്ന അതിദാരുണമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ശുദ്ധ കളവ്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കളവ് ഇങ്ങനെ പ്രചരിപ്പിക്കുക. നിങ്ങൾ ശരിക്കും ആലോചിക്കണം മുസ്ലിമീങ്ങളെ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കളവ് പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആശയമുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് പറയും.
മുജാഹിദുകൾ ഞങ്ങൾ പറയട്ടെ കൃത്യമായി, ഞങ്ങളുടെ ആശയം വളരെ കൃത്യമാണ്, അതിലൊരു മാറ്റവുമില്ല. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ അവര് ആദ്യമൊക്കെ മനുഷ്യ കഴിവെന്ന് പറഞ്ഞു, അവരെ പാഠപുസ്തകത്തിൽ പോലും അതാണുള്ളത്. എന്നിട്ട് ഇപ്പോ അതിൽ നിന്ന് മാറിയെന്ന കേട്ടോളൂ. പറയുന്നു, എന്താണ് നിർവചനം? എന്താ നിർവചനം? അങ്ങനെ ഒറ്റ വഹാബിക്ക് പറഞ്ഞൂടാ. ഞങ്ങൾ മുജാഹിദിന്റെ പുസ്തകമെടുക്ക്, അതിൽ കാണാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. മനസ്സിലായോ? മനുഷ്യന്മാർക്ക് കഴിയാത്ത ഒരു കാര്യം വേറൊരാളോട് ചോദിച്ചാൽ അതാണ് പ്രാർത്ഥന. അത് അള്ളാഹിനോടേ ചോദിക്കാവൂ. അതാണ് ഇൻതദൂഹും, അതാണ് ലാ തദൂ മഅല്ലാഹി അഹദാ. മനുഷ്യന്മാരെ കയ്യിൽപ്പെട്ട കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഒരു ഗ്ലാസ് ഇങ്ങെടുക്ക്, ഒരു ചായ ഇങ്ങെടുക്ക്, അത് നമുക്ക് കഴിയുന്ന കാര്യമാണ്. കഴിയാത്ത കാര്യം വേറൊരാളോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. സ്വന്തം ഉണ്ടാക്കിയതാ, സ്വന്തം ഉണ്ടാക്കിയതല്ല. ലോകത്ത് പണ്ഡിതന്മാരെല്ലാം ആ നിർദ്ദേശത്തിൽ തന്നെ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ആശനിമാർക്ക് മുസ്ലിയാക്കന്മാർക്ക് തിരിയാത്തതാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ പോലും കട്ട്. അതെന്താ? ആ പാഠപുസ്തകത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? അതാ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ പറയാണ്, ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാ ഒരു കർഷകൻ, അയാൾ തൻ്റെ കൃഷിയിടം ഉഴുതുന്നു, എന്നിട്ട് അതിൽ വിത്ത് നടുന്നു, വെള്ളമൊഴിക്കുന്നു. ഇതെല്ലാം അയാളുടെ കഴിവിൽ പെട്ടതാണ്. ഇങ്ങനെ മനുഷ്യന്റെ കഴിവിൽ പെടാത്ത, ഇങ്ങനെ മനുഷ്യന്റെ കഴിവിൽ പെടാത്ത, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ളത്, അതേ വിത്ത് നടുക, വെള്ളമൊഴിക്കുക എന്നത് അത് മനുഷ്യന്റെ കഴിവിൽ പെട്ടതാണ്. എന്നാൽ ആ വിത്ത് മുളപ്പിച്ചു തരുക എന്നത് അത് മനുഷ്യന്റെ കഴിവിൽ പെട്ടതല്ല. ഇങ്ങനെ മനുഷ്യന്റെ കഴിവിൽ പെടാത്ത കാര്യം സൃഷ്ടാവിനോടാണ് ചോദിക്കുക. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. എന്നാ ഞാൻ വെല്ലുവിളിക്കട്ടെ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ? വിത്ത് മുളപ്പിക്കാൻ മനുഷ്യനല്ലാതെ അതാ ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിയുമെന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? അപ്പൊ ഞങ്ങളാ പറഞ്ഞതെന്താ? നേരത്തെ പറഞ്ഞത് മനുഷ്യ കഴിവാണ്. ആ കഴിവിൽ പെടാത്ത കാര്യം അല്ലാഹുവിൽ നിന്നാണ് കിട്ടേണ്ടത്. എന്നാൽ മനുഷ്യ കഴിവെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടികളുടെ കഴിവാണെന്നതിൽ തർക്കമില്ലല്ലോ. കാരണം അല്ലാഹുവിന്റെ കഴിവ് ലോകത്തൊരു സൃഷ്ടിക്കുമില്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. എന്താണ് ഈ ഖുർആനിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഖുർആൻ എങ്ങനത്തെ ഗ്രന്ഥാന്ന് പറയാ? എങ്ങനെ പറയാ? അമാനുഷിക ഗ്രന്ഥം എന്ന് പറയാം. എന്താണ് പറ? എങ്ങനെ? അമാനുഷിക ഗ്രന്ഥം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എന്താ അതിനർത്ഥം? മനുഷ്യന് കൊണ്ടുവരാൻ പറ്റാത്ത ഗ്രന്ഥം എന്നല്ലേ അതിനർത്ഥം? നേരത്തെ നേരെ അല്ലേ? അല്ലേ? അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ജിന്നിന് കൊണ്ടുവരാനാ? മലക്കിന് കൊണ്ടുവരാനാ? എവിടുന്നായി പറ്റുള്ളൂ? മലയാളം തിരിയാതായി പോലും മുസ്ലിയാക്കന്മാർക്ക്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം സൃഷ്ടികൾക്കൊന്നിനും കൊണ്ടുവരാൻ പറ്റൂലെന്നാ. പക്ഷേ ഇവിടെ അഭിസംബോധകരായ ആളുകൾ മനുഷ്യരാണ്. അതുകൊണ്ടാണ് അതിന് മനുഷ്യ കഴിവിനതീതമെന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്താ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? എന്താ അതിനർത്ഥം? അമാനുഷികത അല്ലേ? അമാനുഷികത എന്നാണ് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്. അതേ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴിച്ച് തന്നെ നോക്കിക്കോളൂ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകുകയാണ്. സ്വഹാബത്ത് മുഴുവനും ആ വെള്ളം കുടിക്കുന്നു, ഒതുവെടുക്കുന്നു. സൂര്യത പറയുകയാണ് ബുറുദയിൽ. എന്തേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്നതാ വെള്ളം പൊട്ടി ഒഴുകുന്ന കാര്യം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെയോ? അതിന് നമ്മൾ പറയുന്നത് അമാനുഷിക കഴിവ് എന്നാണ്.
അത് അമാനുഷികമായ കാര്യമാണെന്നാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുക്കുക എന്നത് അത് പിശാചിന് അല്ലെങ്കിൽ ജിന്നിന് ചെയ്യാൻ കഴിയുമോ? മലക്കിന് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, ഇല്ല. പക്ഷെ എങ്കിലും അതിന് നമ്മൾ എന്താ പറയാ? അമാനുഷിക കഴിവ്. അതെന്തുകൊണ്ടാണ്? അഭിസംബോധന ചെയ്യപ്പെടുന്ന മുഖാത്തബത്ത് നടത്തപ്പെടുമ്പോൾ ഉള്ള അഭിസംബോധകർ മനുഷ്യരായത് കൊണ്ടാണ്. ഇതുപോലും തിരിയാതായി പോയില്ല ഈ മുസ്ലിയാക്കന്മാർക്ക്. അവരിത്ര ആലോചിച്ചുള്ളൂ, മുജാഹിദുകളെ തകർക്കാൻ എന്താ കാര്യം നോക്കുമ്പോ കെട്ടിപ്പോടാ, ആരൊക്കെയോ ഇട്ട് ഒരു ക്ലിപ്പും കെട്ടി, ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് നടന്ന് അതിന്റെ പിന്നാലെ കൂടി. കാള പറ്റേന്ന് കേട്ടപ്പോ കയറെടുക്കാൻ. അല്ല മുസ്ലിയാക്കന്മാർ, നിങ്ങളൊന്ന് ആലോചിക്കണേ, കാള പൊറുവൊന്നു ഒരു മിനിറ്റ് നേരം ഒന്ന് ചിന്തിച്ചുകൂടെ? അപ്പൊ മുജാഹിദുകളെ തെറി വിളിക്കാൻ, മുജാഹിദുകളുടെ തൗഹീദ് തകർന്നു എന്ന് പറയാൻ ഇങ്ങനെ നുണകളും തെറ്റിദ്ധാരണകളും പരത്തലാണ് നിങ്ങളുടെ പണി. ഇനി രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരും. ഇനി എന്താ? ഇനി നമുക്ക് ഇനി തൗഹീദ് പറയാൻ അധികാരമില്ല കേട്ടോ. നൗഷാദിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നിങ്ങൾക്ക് അധികാരമില്ല കേട്ടോളൂ. അതാ ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങള് മൊയ്തീൻ ഷേഖിനെ വിളിക്കുമ്പോ, ഞങ്ങള് ബദരീങ്ങളെ വിളിക്കുമ്പോ അത് ചോദ്യം ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് അധികാരമില്ല. പണ്ട് കേൾക്കുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളും ഞങ്ങളും ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ശൈത്താന്മാരെ വിളിക്കുന്നു. കളവ് രണ്ട്. അടുത്ത കളവ്. അതിന്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഞാൻ മൂപ്പര് പറഞ്ഞത് നമുക്ക് മുമ്പുണ്ടായിരുന്നു അവകാശം. നിങ്ങൾക്ക് മുമ്പ് തൗഹീദ് പറഞ്ഞ അവകാശം. എന്നർത്ഥം എന്താ? ഞങ്ങൾ മുമ്പ് ശിർക്കിലായിരുന്നല്ലേ? മുമ്പ് ഞങ്ങളൊക്കെ ശിർക്കിലായിരുന്നു, അപ്പൊ നിങ്ങൾ തൗഹീദ് പറഞ്ഞ ഓക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാളും ഒന്നായല്ലോ. എങ്ങനെ? ഞങ്ങൾ ശൈഖിനെ വിളിക്കണ്, നിങ്ങൾ ശൈത്താനെ വിളിക്കണ്. കളവ് രണ്ട്. കൊണ്ടുവരാൻ കഴിയുമോ അഹ്സനി? അല്ലെങ്കിൽ ആർക്കെങ്കിലും കഴിയുമോ? മുജാഹിദുകളതാ ശൈത്താനെ വിളിക്കുന്നു, അല്ലയോ ഇബ്ലീസേ രക്ഷിക്കണേ, പിശാചേ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ വിളിക്കുന്നു എന്ന് തെളിയിക്കാൻ സാധിക്കുമോ? നോണ പറഞ്ഞു നടക്കാം, നോണ പറഞ്ഞു നടക്കുക മുജാഹിദുകൾക്കെതിരെ. നിങ്ങൾ ഇപ്പോഴും ശിർക്കിൽ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾ ഇപ്പോഴും ശിർക്കിൽ തന്നെയാണ്. എന്തുകൊണ്ട്? അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടുകയാണ് നിങ്ങൾ. അല്ലാഹുവിന് കൊടുക്കേണ്ടുന്ന അവകാശം അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുകയാണ്. അത് ഇലാഹാക്കുന്നില്ലെന്നോ പറയാ. ഇലാഹാക്കുന്നില്ലല്ലോ ഞങ്ങൾ, പിന്നെ എങ്ങനെ ഞങ്ങൾ വിളിച്ചു നിങ്ങൾക്ക് പറയണമെന്നാണ്? ഇലാഹാക്കൊന്നും വേണ്ട, അങ്ങ് ഓട്ടോമാറ്റിക് ആകല. ഓട്ടോമാറ്റിക് അങ്ങ് ഇലാഹാകല. ഇലാഹിന് കൊടുക്കേണ്ടത് വേറൊരാൾക്ക് കൊടുത്താൽ ഇവൻ ഇലാഹാകും. താനെ ഇലാഹാകും. എക്സാമ്പിൾ വേണോ? പിടിച്ചോ, അതാ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കൂടി പോവുകയാണ്. ആ സമയത്ത് അതാ ഒരു മരം, ആ മരത്തിന്റെ പേരെന്താ? ദാത്ത് അൻവാത്ത് എന്നാണ്. ദാത്ത് അൻവാത്ത് എന്ന മരത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ അതാ മുശ്രിക്കുകൾ ബറക്കത്തിന് വാള് തൂക്കിയിടുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് വന്ന ആളുകൾ അവർ റസൂലുള്ളാഹിനോട് പറയുകയാണ്, ഇജ്അൽ ലനാ ദാത്ത് അൻവാത്ത് കമാ ലഹും ദാത്തു അൻവാത്ത്. ഓ നബിയേ, അവർക്ക് ദാത്ത് അൻവാത്ത് എന്നൊരു വൃക്ഷമുള്ളതുപോലെ ബറക്കത്തെടുക്കാൻ ഞങ്ങൾക്കും ഒരു വൃക്ഷം അങ്ങ് നിശ്ചയിച്ചു തരണേ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? കുഴപ്പമില്ല, ഇലാഹാക്കരുത് കേട്ടാ. അങ്ങനെയാണോ? അല്ല. റസൂലുള്ളാഹി പറയാണ്, സുബ്ഹാനല്ലാഹ് കമാ ഖാലത്ത് ബനു ഇസ്രായീൽ. അല്ലാഹ്, എന്തൊരാശ്ചര്യമാണ് ഇത്! മൂസാ നബിയോട് ബനു ഇസ്രായേലുകൾ ചോദിച്ചതുപോലെയാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. ഞങ്ങൾക്ക് അതാ മൂസ, അവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഒരു ദൈവത്തെ ഞങ്ങൾക്കും സൃഷ്ടിച്ചതാ ആക്കിത്ത എന്ന് അതാ ബനു ഇസ്രായേലുകൾ ചോദിച്ചതുപോലെയാണ്. നിങ്ങൾ ഇലാഹാക്കിയതല്ല, ആ പ്രയോഗം തന്നെ തെറ്റാണ്. ഇലാഹാക്കുന്നതിന് തുല്യാണ്. ഇലാഹിനോട് ചെയ്യേണ്ടുന്ന കാര്യം അല്ലാത്തവർക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക് അങ്ങനെ ആയി പോകും. നിങ്ങൾക്കില്ലെന്നാ പറയാ, നിങ്ങൾക്കില്ലെന്നാ നിങ്ങൾ പറയണത്. എന്നാലേ അറിയാലോ, അള്ളാന്റെ അറിവിന് ശ്രദ്ധിക്കണേ, ഔലിയാക്കന്മാരുടെ അറിവിന് അള്ളാഹുവിൻ്റെതുപോലെ പരുതിയും മറയുമില്ല എന്നാണ്.
ഔലിയാക്കളുടെ അറിവ് അള്ളാഹുവിന്റെ അറിവ് പോലെ പരിധിയും മറയുമില്ലാത്തതാണെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല, ഞങ്ങൾ ഇലാഹാക്കണില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ആരാണ് പിശാചിന്റെ അടുത്ത് പോകുന്നത്, പിശാചിന്റെ സഹായം തേടുന്നത്? ആരാണ്? ഈ കാരന്തൂരികൾ തന്നെ. ഇവിടെ വന്ന സഖാഫിമാരില്ലേ, ഈ സഖാഫിമാരുടെ ടീമാണ് അതിന് പോകുന്നത്. അത് ഞാനല്ല പറയാ, നമ്മൾ ഔദ്യോഗിക സമസ്തയിലെ ഒരു പണ്ഡിതൻ തന്നെ പറയട്ടെ. കാരണം എനിക്ക് അറിയാം, ഇവർ അതായത് ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അവർ പ്രസിഡന്റും കുമ്പൂൽ ആറ്റക്കോയ തങ്ങൾ സെക്രട്ടറിയും അതുപോലെ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ മാനേജർമാരുടെ മാനേജറുമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ കുട്ടികൾക്കെല്ലാം എന്തോ ചില്ലറ അവസരങ്ങൾ വന്നപ്പോ അവസാനം ഇവർ ലോകത്തിന്റെ കുത്തുബാണെന്നും അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാം ആണെന്നും അവകാശപ്പെടുന്ന ഇവർ കേവലം സഹായത്തിനായിട്ട് പോയത് കൊപ്പത്തുള്ള ഒരു ഹിന്ദു ഒരു പട്ടരുടെ ജ്യോത്സ്യന്റെ അടുക്കലാണ്. കൊപ്പത്തുള്ള ഒരു ഹിന്ദു ഒരു പട്ടരുടെ ജ്യോത്സ്യന്റെ അടുക്കലാണ്. കൊപ്പത്തുള്ള ഒരു ഹിന്ദു ഒരു പട്ടരുടെ ജ്യോത്സ്യന്റെ അടുക്കലാണ്. അങ്ങനെ ആ ജ്യോത്സ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ പൂജാ പരിപാടികൾ അവരുടെ സ്ഥാപനത്തിൽ നടത്തിയിട്ട് അവർ അതിൽ നിന്ന് പരിഹാരം കാണാൻ ശ്രമിച്ചു. ഇത് ആലോചിച്ചു നോക്കുമോ സഹോദരന്മാരെ? ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ. എന്റെ ശബ്ദം ശ്രവിക്കുന്നതിന്റെ ചുറ്റുഭാഗത്ത് സഖാഫിമാരെ കൊണ്ടുവന്ന ആളുകളുണ്ടോ? കാതു തുറന്ന് കേട്ടോളൂ നിങ്ങളുടെ ഉസ്താദുമാരുടെ ക്വാളിറ്റി. ഞങ്ങള് പിശാചിനെടുത്ത് ജിന്നിനെടുത്ത് ഞങ്ങള് ജോത്സ്യനെടുത്ത് പോണെന്നാ കേട്ടല്ലോ നിങ്ങള്. ഔദ്യോഗിക സമസ്തയിലെ പണ്ഡിതൻ പറയുകയാണ്, കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കന്മാര് കാണിച്ച പ്രവർത്തനം, ഇവർക്ക് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തുബുൽ ആലവും അങ്ങനെ ശൈത്താനുള്ള ആലവും ഒക്കെ കുറെ ആളുകളുണ്ട് ഇവർക്ക്. പക്ഷേ കാര്യത്തിന് ഉപകരിക്കൂല. കാര്യത്തിന് വേണമെങ്കിൽ കൊപ്പത്തുള്ള പട്ടരെടുത്ത് തന്നെ പോണം. പോയിട്ടോ ആ ഹിന്ദു ജോത്സ്യന്റെ അടുത്ത് പോയി അയാളുടെ പൂജാവിധികൾ അടക്കം ആ പിശാചു സേവകൻ പറഞ്ഞു കൊടുക്കുന്ന പൂജാവിധികൾ തങ്ങളുടെ സ്ഥാപനത്തിൽ നടത്തി പരിഹാരം തേടിയ നിങ്ങളാണോ മുജാഹിദുകളുടെ തൗഹീദ് തകർന്നിരിക്കുന്നു എന്ന് പറയാൻ പ്രസംഗിക്കുന്നവർ? എന്തധികാരമാണോ നിങ്ങൾക്കുള്ളത്? എന്തധികാരമാ നിങ്ങൾക്കുള്ളത്? ഞങ്ങളെ കയ്യിൽ ഇതെല്ലാം നൂറുകണക്കിന് സംഗതി ഉണ്ട്, നമ്മളിവിടെ വെക്കണേ. നിങ്ങൾ വെറുതെ ഞങ്ങളെ കൊണ്ട് ഇടിയിപ്പിക്കണ്ട. ഞങ്ങൾ ഈ ജാതി അങ്ങ് ആ റൂട്ടിൽ നിന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്ക് 4 നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹം നമ്മക്കുള്ളത്. നിങ്ങൾ നമ്മളെ റൂട്ട് മാറ്റിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കണം. എന്താ അവർ ചെയ്തത്? ജോത്സ്യന്റെ അടുത്ത് പോയി, കൊപ്പത്തുള്ള പട്ടരുടെ അടുത്ത്, ഹിന്ദു പട്ടരുടെ അടുത്ത്, ജോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെക്കുന്നു. എന്നിട്ട് അതിന്റെ പരിഹാരമായ പൂജാവിധികൾ സ്വന്തം സ്ഥാപനത്തിൽ, ഏത് സ്ഥാപനം? മുസ്ലിം സ്ഥാപനം എന്ന പേരിൽ നടത്തപ്പെടുന്ന നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പട്ടിണി കിടന്നുകൊണ്ടും അവരതാ മരച്ചാൻ വയറ് മുറുക്കിയിട്ടും പള്ളിയിലേക്ക് മദ്രസയിലേക്ക് സ്ഥാപനമല്ലേ എന്ന് വിചാരിച്ച് അവർ സദക്ക കൊടുത്തുണ്ടാക്കി വലുതാക്കിയ സ്ഥാപനത്തിൽ അള്ളാഹുവിന്റെ ശത്രുക്കളുടെ പൂജാവിധികൾ നടത്താൻ നിങ്ങൾ കാണിച്ച തോന്നിവാസമുണ്ടല്ലോ, അതാണ് പൈശാചിക സേവ. ഞങ്ങളായിരുന്നില്ല. എന്നാ നമുക്കൊരു കാര്യം ചോദിക്കാം. ഇങ്ങനെ ഏതായാലും ഇപ്പൊ ഇവർ പോയെന്ന് ഉറപ്പായാലോ ജോത്സ്യന്റെ അടുത്ത്, എന്തായിരിക്കും അതിന്റെ ഹുക്കുമ്? നമുക്ക് ഓല ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ കൊണ്ട് പറയിപ്പിക്കാം. അല്ല അശ്വനി, എന്തായിരിക്കും അതിന്റെ ഹുക്കുമ്? മൂപ്പരെന്ന് പറയട്ടെ. ഒരു ജോത്സ്യന്റെ അരികിലേക്ക് ഒരാൾ പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ദീനിൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് തോന്നിപ്പിക്കുന്ന പ്രയോഗമാണ് മുത്തുനബി നടത്തിയത്. നോക്ക് നിങ്ങൾ, ഗൗരവമല്ലേ? ഗൗരവം തന്നെയാണ്, തോന്നിക്കുന്ന പ്രയോഗമല്ല, കാഫിറായി എന്ന പ്രയോഗം തന്നെയാണ്. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യവും കൊണ്ട് അയക്കപ്പെട്ടുവോ അതിലിവൻ അവിശ്വാസിയായിരിക്കുന്നു. ഇത് നിങ്ങൾ പറ, പുറത്തായത് ഞങ്ങളോ നിങ്ങളോ? പറഞ്ഞിപ്പോ നിങ്ങൾ തന്നെ ഔട്ടായി. ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ ഔട്ടായിരിക്കാണ്. ഇങ്ങനെ പുറത്തു വന്നതൊന്ന്, പുറത്തു വരാത്തത് എത്രയുണ്ട് സുഹൃത്തുക്കളെ. ഇവരുടെ ഈ പ്രവർത്തനം മാത്രമോ, തട്ടിപ്പുകൾ എത്രയാ.
ഞാൻ ആ വഴിയിലേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ സകലമായ തോന്നിവാസങ്ങളുടെയും പിന്നാലെ കുഫരിയത്തിലേക്ക് പോയ നിങ്ങളാണോ? നിങ്ങളുടെ പ്രഭാഷകന്റെ വായ കൊണ്ട് തന്നെ ഞാൻ കേൾപ്പിച്ചത് ജോത്സ്യന്റെ അടുത്ത് പോയവൻ കാഫിറായിരിക്കുന്നു എന്ന് റസൂലുള്ളാന്റെ വാക്ക്. ഇനിയോ ജോത്സ്യന്റെ അടുത്ത് വെറുതെ പോയാൽ തന്നെ നിസ്കാരം സ്വീകരിക്കൂലെന്നാ. റസൂലുള്ള പറയാൻ, ഒരു ജോത്സ്യന്റെ അടുത്ത് ഒരാൾ പോയി, ഒരു കണക്കന്റെ അടുത്ത് ഒരാൾ പോയി, അയാളോട് കാര്യം പറഞ്ഞാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. പോയാൽ തന്നെ സ്വീകരിക്കൂല. അവ പിന്നെ പോയി പൂജാവിധി ചെയ്താലോ അതാ കാഫിറാകുമെന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മളാ പകരക്കാരനായ ശരിയുണ്ടല്ലോ, മൂപ്പര് ഇവിടുത്തെ സമസ്തക്കാരോട് മൊത്തത്തിലൊരു ഉപദേശം കൊടുത്തു. അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു കൊട്ടും, അത് കേട്ടോളി. മാറാൻ വിധിയില്ലാത്ത രോഗമുണ്ടായേക്കാം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്ത് മന്ത്രിക്കാം. അതൊക്കെ ശിർക്കാക്കിയല്ലോ. ഒന്നും മന്ത്രിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മുത്തുനബിനെ മധു പറയാൻ ടൈം ഉണ്ടാവില്ല. അതിലൊന്നും കടക്കരുത് കേട്ടോ, കടന്നാൽ വല്ലാതെ കൈപൊള്ളും. ആരെ കുത്തിയതാ? അവരോട് പറഞ്ഞു കൊടുക്കാണ്. ആരോട്? സമസ്തക്കാരോട്, സുന്നികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകളോട് പറയാണ്, സുന്നികളതാ ഹിന്ദുക്കൾ അമ്പലത്തിലും മറ്റിടത്തും ഒക്കെ പോണ്. വേറൊരു ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞെന്നറിയോ, പോയില്ലെങ്കിൽ മുജാഹിദാണെന്ന് ആളുകൾ വിചാരിക്കുന്ന. ഇത്തരം ആളുകളടുത്തേക്ക് പോയില്ലെങ്കിൽ അവൻ മുജാഹിദായിരിക്കും വിചാരിച്ച് തെറ്റിദ്ധരിച്ച ആളുകൾ ഹിന്ദുക്കളടുത്തേക്കും പോവാണ്. അതെങ്ങനെ? ഖുർആൻ കൊണ്ടല്ലേ മന്ത്രിക്കേണ്ടത്, അതും ഹറാമാക്കി ശിർക്കാക്കിയില്ലേ. കൊണ്ടുവാ മുസ്ലിയാക്കന്മാരെ ഒരു തെളിവ്, കൊണ്ടുവാ മുസ്ലിയാക്കന്മാരെ ഒരു തെളിവ്, കൊണ്ടുവാ മുസ്ലിയാക്കന്മാരെ ഒരു തെളിവ്. ഞങ്ങൾ ഖുർആനോദി മന്ത്രിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? നേരത്തെ ഞാൻ പറഞ്ഞ വാചകം 964 മരണപ്പെട്ട കെ.എം. മൗലവി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം കൊടുത്ത ഫത്വയിൽ കാണാം, ഒരാൾക്ക് ജിന്നുബാധയോ പിശാചുബാധയോ ഉണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ആളിന് തന്നെ മന്ത്രിച്ചു കൊടുക്കേണ്ടത് എന്താണ്? അതാ മന്ത്രിച്ചു കൊടുക്കുക പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ ചര്യയിൽ നിന്നുമുള്ള ദിക്റുകളും മന്ത്രിച്ചു കൊടുക്കണമെന്ന് എഴുതിയത് ഞങ്ങളെ നേതാവാണ്. നുണ പറയുന്ന അശ്വനിമാരോ? നിങ്ങളാ സമുദായത്തിന്റെ നേതാക്കന്മാര് വല്ല തലപ്പാവും താഴിയും വെച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ സത്യം പറയും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ നുണ പറയണേ? നിങ്ങളല്ലേ പറ ഞങ്ങൾ ഭൂരിപക്ഷാണ്, നിങ്ങൾ ഞങ്ങളെ മൂക്കി വലിച്ചു കളയുന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് നുണ പറയണേ? നിങ്ങൾ വലിയ ഭൂരിപക്ഷമുണ്ടെങ്കിൽ ആ ഭൂരിപക്ഷത്തിനനുസരിച്ച് വർത്താനം പറഞ്ഞ പോരെ? എന്തിനാണ് വെറുതെ ഞങ്ങളെ ഇങ്ങനെ ഇല്ലാത്ത പ്രചരിപ്പിക്കുന്നു? ഞങ്ങൾ കണ്ടോ, രാത്രി കിടക്കാൻ നേരത്ത് പോലും അതാ 2 കൈയും ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച പോലെ അതിലേക്ക് ഊതിയിട്ട് സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് അതാ ശരീരത്തിൽ കൈയെത്താവുന്ന പ്രദേശത്ത് മുഴുവനും തടകുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ഖുർആൻ ഓതിയിട്ട് മന്ത്രിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കങ്ങൾ. നിങ്ങളെ കൂട്ടത്തിൽ ആളെ ഇങ്ങനെ ഒഴിഞ്ഞു പോവാൻ ആളുകൾ. അതുകൊണ്ട് പേടിച്ചിട്ടാണോ നിങ്ങളിത് പറയണത്? എങ്കിലിതാ മുജാഹിദിന്റെ പ്രവർത്തകർ നിങ്ങളെ പിന്നാലെയുണ്ട് കേട്ടോ. നിങ്ങൾ കൊണ്ട് നടക്കുന്ന മുഴുവൻ ദുർവ്യാഖ്യാനങ്ങളും, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കൊണ്ട് നടക്കുന്ന മുഴുവൻ ദുർവ്യാഖ്യാനങ്ങളും, അത് മുസ്ലിയാരാണെങ്കിലും മൗലവിമാരാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർക്കെതിരെ ചുട്ട മറുപടിയുമായി മുജാഹിദ് പ്രവർത്തകർ പിന്നാലെയുണ്ട് കേട്ടോ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഇനി നമുക്ക് മടങ്ങി വരാം. മടങ്ങി വരാം. ഇപ്പൊ ഇവിടെ തൗഹീദ് വമ്പനാണെന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ, ആ ആളുകൾ അവരിപ്പോ എവിടെ എത്തിയെന്നറിയോ? ഇവർക്ക് പടച്ചോനെ തന്നെ അറിയില്ല. ഇത്രയും കാലം പറഞ്ഞ് റസൂലുള്ളാഹിനോട് നമുക്ക് തേടാം. റസൂലുള്ളാഹിയാണ് തേടപ്പെടാൻ പറ്റുന്നവൻ. എന്ത്? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖൈബ് മഖ്സദി. നബിയേ, നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്നെ വെറുതെ ആക്കി വിടല്ല നബിയേ എന്ന് പറഞ്ഞു വന്ന ആളുകൾ, റസൂലുള്ളാഹിനോട് തേടണം എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകൾ ഇപ്പൊ നേരെ ഉൾട്ടേ. അതെങ്ങനെ? അന്ന് കേട്ടോളൂ നിങ്ങൾ. അല്ലാഹു തആല പറഞ്ഞല്ലോ,
എല്ലാ അടിമകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. എന്നാൽ മുഹമ്മദ്, ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും മുഹമ്മദ് നബിയാകുന്ന അങ്ങയുടെ തൃപ്തിയാണെന്ന് യജമാനനായ റബ്ബ് തന്നെ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞു? ഇത്രയും കാലം പറഞ്ഞു വന്ന റസൂലുള്ളാഹിനോട് തേടാ. ഇപ്പൊ പറഞ്ഞ പടച്ചോൻ തന്നെ റസൂലുള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആളുകളെ കൊണ്ട് അങ്ങോട്ട് തേടിക്കായിരുന്നു. ഇപ്പൊ പറയാം അല്ലാഹ് തന്നെ റസൂലുള്ളാഹിനോടാ തേടാന്ന്. എന്ത്? അനാ തുലബു റിളാക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും ആര്? അല്ലാഹ് പറയാണ്. എന്താണ് നബിയെ? നിങ്ങളെ തൃപ്തിയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. എവിടെ എത്തി മക്കളെ നിങ്ങളെ തൗഹീദ്? നിങ്ങളെ തൗഹീദ് എവിടെ എത്തി? അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം പോലും തകർന്നു പോയി മക്കളെ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഞങ്ങൾ പഠിച്ച അല്ലാഹ് ആരെന്നറിയുമോ? അല്ലാഹു സ്വമദ്. അതേ, ആശ്രയരഹിതനായ അല്ലാഹുവാണ്. ഒരാളോടും ആശ്രയിക്കേണ്ടാത്തവനാണ് അല്ലാഹ്. നിങ്ങൾ പറയുന്ന അല്ലാഹ് ജൂതന്മാര് പഠിപ്പിച്ച അല്ലാഹയാണ്. ജൂതന്മാര് പറഞ്ഞു, അതേ, ഞങ്ങൾ സമ്പന്നരാണ്, അല്ലാഹു ആവശ്യക്കാരനാണ്. വല്ലാഹു ഫഖീറുൻ വനഹ്നു അഗ്നിയാ. ഞങ്ങൾ ധന്യന്മാരാണ്, അല്ലാഹ് ആവശ്യക്കാരനാണ്, അല്ലാഹ്ക്ക് പലതും ആവശ്യമുണ്ട്. ആ ജൂതന്മാര് പഠിപ്പിച്ച അല്ലയല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹ്ക്ക് റസൂലുള്ളാഹിന് തൃപ്തി ആവശ്യമുണ്ടോ? ഉണ്ടോ? അത് അല്ലാഹ് തേടൂ. എന്താണ് ഈ തേട്ടം എന്ന് പറഞ്ഞാൽ? ഒക്കെ തലതിരിഞ്ഞ മനസ്സിലാക്ക മുസ്ലിയാക്കന്മാര്. പണ്ഡിതന്മാര് പറയാം, ഉന്നതനായ ആളിൽ നിന്ന്, വലിയവനിൽ നിന്ന് ചെറിയവൻ ചോദിക്കുന്നതിനാണ് തേട്ടെന്ന് പറയാ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എന്തായി? അല്ലാഹു റസൂലുള്ളാഹിനോട് തേടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു ചെറുതും റസൂലുള്ളാഹി വലുതുമാകും. നഊദു ബില്ലാഹ്. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്ത് തൗഹീദാണോ നിങ്ങളത്? അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് തൗഹീദ് എന്നല്ല, നിങ്ങൾക്ക് തൗഹീദിന്റെ താഉ പോലും അറിയില്ല. എന്നിട്ട് നിങ്ങളാ പറയുന്നത് നിങ്ങളെ തൗഹീദ് അജയ്യമാണ്. നിങ്ങളെ തൗഹീദല്ല അജയ്യം, ശിർക്ക് അജഞ്ചലം അജയ്യം എന്ന് പറഞ്ഞോടി. തൗഹീദ് എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ പറഞ്ഞു എവിടെ എത്തി? വേറെ സക്കാവി പറയണ എന്താ അറിയോ? അള്ളാഹ്ക്ക് തന്നെ കഴിവില്ല. അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് നമുക്ക് മനസ്സിലായി. കേട്ടോളൂ. പിന്നെ ആ സാധു പറയാണ് വലിയൊരു കാര്യമായിട്ട്. എന്താ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങളെ ഈ മഖാമിലുള്ള ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടെങ്കിൽ, വലിയ സ്ഥാനം, വലിയ കാരണമൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാ നിങ്ങൾക്ക് അറിയണോ, മഞ്ഞക്കുളം മക്കാമില് കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. മഞ്ഞക്കുളം മക്കാമില് കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. അപ്പൊ അവളെ വലിയ കറാമത്തുള്ള തങ്ങൾ എന്ത് എഴുന്നേറ്റ് വന്നിട്ട് ഓലെ തടുക്കാഞ്ഞൂ. എന്താ അത്? വല്ലാത്തൊരു ചോദ്യം തന്നെ കേട്ടോ. അരശമ മുട്ടണ ചോദ്യം. അവിടെ ഒന്നും നിൽക്കൂല ആ ചോദ്യം. അങ്ങോട്ട് പോകും. ആ ജാതി ചോദ്യം. ഉളുപ്പ് വേണ്ട ഈ ജന്തുക്കൾക്ക് ഇത് ചോദിക്കാം. അല്ല, ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഞങ്ങൾ ഏതായാലും മശായിഖന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ഒരു അങ്ങനെ ഒരാൾക്കാർ, ഒരു പോയത്തക്കാരെന്ന് എഴുതിക്കൊളിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. പോയത്തക്കാരെന്ന് എഴുതിക്കൊളിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. കണ്ടോ? വളരെ ഫിറ്റായ വർത്താനാണ്. സ്വന്തം പേരിങ്ങനെ ആരെങ്കിലും വിളിച്ചു പറയോ? ഞങ്ങൾ പോയത്തക്കാര്. അതിപ്പോഴെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി. നന്നായി. ഞങ്ങൾ പറയേണ്ട കാര്യമാണത്. ഏതായാലും നിങ്ങൾ അതിനിടക്ക് പറഞ്ഞു നന്നായി. പിന്നെ ഇത്രയും കാലം പറയല് മുജാഹിദ് ഞങ്ങൾ നരകത്തിലാക്കുന്നു, ഞങ്ങൾ നരകത്തിൽ പോണവരാണെന്നാ മുജാഹിദുകൾ പറയണം. മുപ്പര് തന്നെ സമ്മതിച്ചു. ഞങ്ങൾ ഏതായാലും നരകത്തിൽ പോണ ആളുകൾ, ഞങ്ങൾ ഏതായാലും നരകത്തിന്റെ ആളുകൾ. ഇനി നിങ്ങളോ മുജാഹിദുകളോ കേട്ടുള്ള ബാക്കി മുപ്പര് പറയണത്. നിങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരല്ലേ. ഞങ്ങൾ നിങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് തരും. ഈ ജാതി വർത്താനൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അള്ളാഹിനോട് ഒന്നാണ് പറഞ്ഞൂടെ? എന്ത്? പടച്ചോനെ തമ്പുരാൻ, ഈ സക്കാഫിമാരെ ഇത് നശിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പണി തീരൂലേ? എന്ത് നിങ്ങൾ പറയാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞിട്ട്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താ ഞങ്ങൾ നശിക്കാത്തത്? ഒന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പറയും.
നിങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 6 അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തം ഭവനം, പള്ളിയുടെ മുഴുവൻ താഴികക്കുടകളും അടിച്ച് നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ? അത് മഹാന്മാരെ മക്ബറല്ലല്ലോ, അത് അള്ളാന്റെ പള്ളിയല്ലേ. എന്തേ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്തേ അള്ളാഹ്ക്ക് നീച്ചു വരാൻ കഴിഞ്ഞില്ലേ? അള്ളാഹ്ക്കൊരു കഴിവില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ക്ഷുദ്ര ശക്തികൾ പൊളിച്ചത്. അള്ളാന്റെ സ്വന്തം പള്ളിയാണല്ലോ, സ്വന്തം ഭവനാണല്ലോ. അള്ളാന്റെ വീടിന് ആ പള്ളിയെ കുറിച്ച് നമ്മൾ പറയരുത്. ബാബരി മസ്ജിദ് അള്ളാന്റെ സ്വന്തം പള്ളിയാണ്, സ്വന്തം ഭവനമാണ്, വീടാണ്. സ്വന്തം വീട് പൊളിക്കുമ്പോൾ ആരെങ്കിലും കയ്യും കൊട്ടി നോക്കി നിൽക്കൂ. അപ്പൊ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തേ? അള്ളാഹു തന്റെ സ്വന്തം ഭവനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നിരപ്പാക്കിയപ്പോ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹ്ക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലായി. എങ്ങനെയുണ്ട് നിങ്ങളെ കണ്ടുപിടുത്തം? എങ്ങനെയുണ്ട് നിങ്ങളുടെ കണ്ടുപിടുത്തം? ഞങ്ങളുടേതല്ല. ഞങ്ങൾ അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ അള്ളാഹിനെ ചോദ്യം ചെയ്തതാണ്. അള്ളാഹുവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല മുസ്ലിയാക്കളെ. ഇതാണ് അല്ല പറഞ്ഞൊരു വാചകമുണ്ട്. നിങ്ങൾ ഒരിക്കലും അല്ലാത്ത ആരാധ്യന്മാരെ നിങ്ങൾ ചീത്ത പറഞ്ഞു പോവല്ലേ. എന്നാൽ ജനങ്ങൾ വിവരമില്ലാതെ അള്ളാനെ ചീത്ത വിളിക്കുമെന്ന് ഖുർആനാ പറഞ്ഞത്. അള്ളാഹുവേ, ഞങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ടിരിക്കുന്നു അത്. ഇതാ നിന്നെ ഇവർ ചീത്ത വിളിക്കുന്നു. അല്ല മുസ്ലിയാക്കന്മാരെ, ഞങ്ങൾ എന്തിനാണ് അത് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് അവൻ അതാ ചോദിച്ചാൽ സ്പോട്ടിൽ ഉടനെ ഉത്തരം കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ഹബീബും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെ വലിയാളെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങളെന്താ പറഞ്ഞത്? വല്ല നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. എവിടെ നിന്ന് വിളിച്ചാലും വായം കൂടുന്നതിന് മുമ്പ് ഉത്തരം റെഡിന്നാ. അപ്പൊ തന്നെ കിട്ടുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ATM പോലെ അപ്പ കുത്തിയ അപ്പ കിട്ടുന്നു. ATM പോലെ നിങ്ങൾ പറഞ്ഞങ്ങനല്ലേ? ഞങ്ങൾ അള്ളാഹിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിനോ? റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിനോ? ഇല്ല. ഇനി മാത്രമല്ല, നിങ്ങളുടെ വലിയ ഔലിയാക്കന്മാര് അതാ അവർക്ക് ഉദ്ദേശിക്കുന്നതൊക്കെ ഞൊടിയിടയിൽ നടത്താൻ കഴിയുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താ പറഞ്ഞ്? പെട്ടെന്ന് അവർക്ക് ഉദ്ദേശിക്കുമ്പോഴൊക്കെ കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു. എങ്ങനെ? പെട്ടെന്ന് രൂപം തന്നെ മാറും ഞങ്ങൾ പറഞ്ഞത്. അതെവിടെ ഉള്ളത്? അതാ റിഫാഇ മാല മറിക്ക് അതിൽ കാണാം. ഖാജാ മുഹീദ്ദീനും താനും കളിക്കുമ്പോൾ കണ്ണിൻ ബിരിയത്തിന്മേലെ ഒളിച്ചോവർ. ഖാജാ മുഹീദ്ദീനും ഞാനും തമ്മിൽ കണ്ണുപൊത്തി കളിക്കുമ്പോ റിഫായി ശൈഖ് എന്ത് ചെയ്ത്? മുഹീദ്ദീൻ ശൈഖിന്റെ പിരിയത്തിന്റെ മേലെ കയറി ഒളിച്ചു. അങ്ങനെ ഒളിക്കണ ഒരു മുട്ട മനുഷ്യൻ അങ്ങനെ കയറിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? അത്ര ചെറുതാവണം. പെട്ടെന്ന് രൂപം മാറാനും പെട്ടെന്ന് മാറ്റം വരുത്താനും ഒക്കെ കഴിയുന്നവരാണ് നിങ്ങൾ ഔലിയാക്കൾ എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചു, കഴിഞ്ഞില്ല, ഒന്നുകൂടി പറയട്ടെ. എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സാധനം കളഞ്ഞു പോയാൽ, മാല പോയാൽ, പൈസ പോയാൽ, ഉടനെ ശൈഖ് അവറുകളുടെ അടുത്തേക്ക് വരികയാണ്. ശൈഖിന്റെ കുറ്റിയിൽ പൈസ ഇടുകയാണ്. എന്തിന്? കളഞ്ഞുപോയ സാധനം കിട്ടാൻ. ഞങ്ങൾ ചോദിക്കുന്നു, മക്കളെ, അങ്ങനെ നിങ്ങൾ ശൈഖിന്റെ കുറ്റി പൈസ ഇടുമ്പോ ശൈഖിന്റെ ഭണ്ഡാരം തന്നെ ആൾ അടിച്ചോണ്ട് പോയല്ലോ, എന്തേ തടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അതിനാ മറുപടി പറഞ്ഞത് അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് മനസ്സിലായി എന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനത്തിലേക്ക്, അവന്റെ ഇറാദത്തിലേക്ക്, അവന്റെ ഫിഇലിലേക്ക്, അവന്റെ ഖുദ്റത്തിലേക്ക് ഒരുത്തനും കയറി വർത്തമാനം പറയണ്ട. അള്ളാഹുവിനെ കൊച്ചാക്കലാണ്. നിങ്ങൾക്ക് എന്ത് പടച്ചോൻ? നിങ്ങൾക്ക് എന്ത് മക്കളെ പടച്ചോൻ? കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്ന് ചോദിച്ച മാതിരി നിങ്ങൾക്ക് എന്ത് പടച്ചോൻ? നിങ്ങൾക്ക് അള്ളാനെ ചീത്ത വിളിക്കാൻ, കളിയാക്കാം ഒക്കെ. എന്തേ മുജാഹിദിനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് പടച്ചോനെയും കൊച്ചാക്കും. അവസാനങ്ങൾ പറഞ്ഞ എവിടെ എത്തി? പടച്ചോന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിലാണ് നിങ്ങൾ കണ്ടത്. ഞങ്ങൾ പറഞ്ഞാണോ?
അതാ കേരളത്തിലെ ഔദ്യോഗിക സമസ്തയിലെ പണ്ഡിതൻ തന്നെ പറയട്ടെ. അതിനേക്കാളും അപകടകരപ്പോ ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചു തന്ന ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മൾ അറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാലേ അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ചെയ്യുന്നിരിക്കുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ചെയ്യുന്നിരിക്കുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യില്ല. വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് ഒരു കാര്യബോധമുള്ള മുസ്ലിങ്ങളുടെ മുമ്പിലാണത് പറയണത്. ഇത് വളരെ ഗൗരവമാണ്. എങ്ങോട്ടവരെ പോക്ക് നമുക്ക് തന്നെ അറിയില്ല. നിങ്ങളാണോ മക്കളെ ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വന്നത്? നിങ്ങളാണോ ഞങ്ങളെ തൗഹീദ് തെറ്റിയെന്ന് പറയാൻ വേണ്ടി വന്നവരാണോ നിങ്ങൾ? പടച്ചവന് കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്ഥാനല്ലേ. അള്ളാഹ്ക്ക് എന്തെങ്കിലും ചെയ്യണോ? അതെ ചെയ്യട്ടെ. എവിടുന്നാടോ നിങ്ങൾ വരുന്നത്? എന്ത് തൗഹീദാണോ നിങ്ങൾക്കുള്ളത്? അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തൗഹീദിന്റെ താ ഉച്ചരിക്കാൻ അവകാശമില്ല. എന്നിട്ട് മുജാഹിദികൾക്ക് തെറ്റിയോലോ, മുജാഹിദികളെ 8ആയി പൊട്ടിയോലോ. നിങ്ങൾ എത്ര പൊട്ടിയെന്ന് ഞാൻ പറയണോ? നിങ്ങൾ എത്രയാ പൊട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയണോ? നിങ്ങൾ ഭയങ്കര ഐക്യല്ലേ. അല്ലാഹു അക്ബർ. എന്താ ഐക്യത്തിന്റെ കഥ? കേരളത്തിൽ വഹാബികൾ വന്നതോടുകൂടി ഐക്യം തകർന്നു. വല്ലാത്ത ഐക്യായിരുന്നു നിങ്ങൾ അല്ലേ? അത് പറയാൻ വേണ്ടി തന്നെ കേരളത്തിന്റെ ഇന്നലകൾ പറയാൻ വേണ്ടി തന്നെ മണിക്കൂറുകൾ വേണ്ടേ സഹോദരാ? ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ തിരിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ ജനതയോട് നൂഹ് നബി ചോദിച്ചതുപോലെ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾക്ക് അല്ലാഹുവിനൊരു പ്രതീക്ഷയും കാണുന്നില്ലേ? അല്ലാഹുവിനൊരു മഹത്വവും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ എന്ന് നൂഹ് നബി ചോദിക്കുന്നത് പോലെ കാരന്തൂരികളെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കേണ്ടി വരികയാണ്. പടച്ചോനൊരു മഹത്വം നിങ്ങൾ കൽപ്പിക്കണില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് തൗഹീദ് നന്നാക്കുക. ആദ്യം മുതൽ പഠിക്കുക. നമ്മൾ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് പറയുന്ന പോലെ അലിഫ് ബാ താ അതുപോലെ വാഹിദ് ഇത്നാനി സലാസ അർബഅ എന്ന് തുടക്കം മുതൽ ഒന്ന് എണ്ണി പഠിച്ച് റെഡിയായിട്ട് വാസക്കാവിമാരെ, എന്നിട്ട് മതി നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ. നിങ്ങൾ പഠിച്ചവനെ ആദ്യം പഠിക്കും, എന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് ആ ജാതി തരികിട നമ്പറൊന്നും ഞങ്ങളെടുത്ത് വേണ്ട. എന്നിട്ട് നമ്മളെ തുടരാൻ പാടില്ലല്ലോ. തുടരുന്നത് നിസ്കരിക്കാൻ പാടില്ല. എന്തൊക്കെ മനസ്സിലാക്കന്മാർ. ഞങ്ങളോട് പറയട്ടെ ഒരു കാര്യം. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ, ഈ പ്രസ്ഥാനത്തെ അറബിക്കടലിന്റെ ആഴിയിലേക്ക് ഞാനിതാ വലിച്ചെറിയുന്നു എന്ന് സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ചൊരു മുസ്ലിയാർ പ്രസംഗിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്ന് കേരളത്തിന്റെ 90% മഹല്ലുകളിലും മുജാഹിദ് പ്രസ്ഥാനമതാ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു എന്ന കഥ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അന്ന് പറഞ്ഞ ഉസ്താദിന്റെ അനുയായികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മൂക്കളൊന്നും വലിക്കാൻ പറഞ്ഞു കേട്ടോ, കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തൗഹീദ് ആദ്യം മുതൽ പഠിച്ചിട്ട് വന്നാൽ മതി. ഞങ്ങൾക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും അന്ന് ആദം നബിക്ക് ശേഷം ഒരു സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി കടന്നു വന്ന നൂഹ് നബി തന്റെ ജനതയോട് പറഞ്ഞ വർത്തമാനം എന്തോ അതേ വർത്തമാനത്തിൽ ഇപ്പോഴും ഞങ്ങൾ അടിയുറച്ചു നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം എന്താണെന്നറിയോ? ഖുർആൻ സമം മൗലിദ്. മൗലിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ നോക്കി ഉണ്ടാക്കിയല്ലേ നമ്മൾ. കേട്ടോളൂ ഒരു മുസ്ലിം പറയുന്നത്. ഖുർആനിലെ ആകെ 6000 ചില്ലാനം ആയത്താണ്. അത് 114 സൂറത്തുകളാണ് നമുക്കറിയാം അല്ലേ. ഈ 114 സൂറത്തുകളിലെ 6000 ചില്ലാനം വരുന്ന 6666 എന്നാണ് നമ്മൾ സാധാരണ പറയല്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
അത്രയും ആയത്തുകളിൽ 1000 ചില്ലാനം ആയത്തുകൾ, 1000-ന് പുറമെ ആയത്തുകൾ അല്ലാഹു തആല അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെ പേരും നാടും ജനനവും ഭാഷയും നാടും ചുറ്റുപാടും കറാമത്തും മുഅ്ജിസത്തും അത് പറയാനായിട്ടാണ് ഖുർആൻ ഉപയോഗപ്പെടുത്തിയത്. അത് മാത്രം പറയാൻ 1000 ചില്ലാനം ആയത്തുകൾ. അതിൽ അല്ലാഹു തആല പേര് വെച്ചതിന് എങ്ങനെയാണ്? നമ്മളെ മൗലിദ് കിതാബ് നോക്കിയാലുള്ള അതേമാതിരി. എന്നുവെച്ചാൽ എങ്ങനെയാ മൗലിദ് കിതാബ് ഇങ്ങനെയായി? അത് ഖുർആൻ നോക്കിയിട്ടായതാ. എങ്ങനെ? ഒരു മൗലൂദിന്റെ പേര് അതേപോലെ ഖുർആനിലെ പേര്. ഖുർആനിൽ അല്ലാഹു തആല ചില നബിമാരെ പറ്റി മാത്രം, സൂറത്ത് ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബിന്റെ സൂറത്ത്, സൂറത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സൂറത്ത്, സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൂറത്ത്, പ്രത്യേകം അമ്പിയാക്കളെ പേരിൽ ഒരു സൂറത്ത്. ആ സൂറത്ത് മറിച്ചു നോക്കിയാൽ പ്രധാനമായിട്ടും അവരെ ചരിത്രം, അവരെ ഭാഷ, അവരെ സമൂഹം, അവർ നേരിട്ട കാലഘട്ടം, അവർക്കുണ്ടായ പ്രതിസന്ധി, അവരെ സന്തോഷം, അവരെ ദുഃഖം, അവരെ മൗലൂദ് എന്ന് പറയാം നമ്മളെ നാട്ടിൽ. അതന്നെ ആ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം എങ്ങനെ സൂറത്ത് ലുഖ്മാൻ, ഒരു വലിയന്റെ പേരിൽ ഒരു സൂറത്ത്. ഖുർആനിൽ പേര് പറഞ്ഞ ആളുകളാണ് ദുൽഖർനൈനി, ലുഖ്മാന് പോലത്തെ ആളുകൾ, ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ, ദുൽഖർനൈനി തങ്ങൾ. വദുൽഖർനൈനി ലം യുഅറഫ് നബിയ്യ കദാ ലുഖ്മാനു ഫഹദർ അൻ ജിദാലി. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ, ദുൽഖർനൈനി തങ്ങളൊക്കെ വലിയ വലിയ ഔലിയാക്കളാണ്, അല്ല അമ്പിയാക്കളാണോ എന്നും ചർച്ചയുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ കാണാം ഒരു ബീവി പറ്റി മാത്രം ഒരു അധ്യായം, സൂറത്ത് മറിയം. ആ സൂറത്തിൽ മറിയം ബീവിയും, മറിയം ബീവിന്റെ വല്ലിപ്പ, മറിയം ബീവിന്റെ ഉമ്മ, മറിയം ബീവിന്റെ കുടുംബം, മറിയം ബീവിയുടെ ജനനം, മറിയം ബീവിയുടെ വളർച്ച, മറിയം ബീവിയുടെ മോന്, അതല്ലാത്ത ഒരു ഹർഫ് അതിൽ വേറല്ല. ഇത് നമുക്ക് മൗലൂദ് കിതാബ് മറിച്ച് നോക്കിയാലും ഇങ്ങനെയാണ് കാണാം അല്ലേ? ബദർ മൗലൂദ്, പിന്നെ ഉഹദ് മൗലൂദ്, പിന്നെ മമ്പറ മൗലൂദ്, പിന്നെ അങ്ങനെ അതിൻ്റെ ഇടക്ക് ഓരോരോ മൗലൂദുകൾ പ്രത്യേകം. എന്താണ് കണ്ടിട്ടില്ലേ? യാ അല്ലാഹ്, നഫീസത്ത് ബീവിന്റെ മൗലൂദ്, ഫാത്തിമ ബീവിന്റെ മൗലൂദ്. മൗലൂദ് കിതാബ് ഖുർആൻ നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു പുതിയ ഗവേഷണമാണ്. മൗലൂദ് കിതാബിന് ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടനടിക്കണം, ഒറ്റ അടി അടിച്ച് നാട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അതിനൊന്ന് തിരിച്ചുകൊണ്ട് വരാൻ വേണ്ടി മുസ്ലിയാക്കന്മാരെ പണിയാണെന്ത്? മൗലൂദ് കിതാബ് എന്ന് പറഞ്ഞാ ഖുർആൻ നോക്കി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാ, മൗലൂദ് കിതാബ് ഖുർആനിൽ ആ പേര് അതേപോലെ മൗലൂദ് കിതാബിൽ. ഇന്ന് ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിൽ പോയിട്ട് മുസാഹിബ് എടുത്തോണ്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, അർത്ഥം വെച്ച് കൊടുക്കുക ഇവിടുത്തെ ജനങ്ങൾക്ക്. എന്ത്? സൂറത്ത് നൂഹ് എന്ന് എടുക്കുക. ഒരു പേര് നൂഹല്ല പറഞ്ഞു. സൂറത്ത് നൂഹ് എടുക്കുക. എന്താ പറഞ്ഞു? അവരുടെ ജനനം, അവരുടെ മരണം, അവരുടെ ഭാഷ, അവരുടെ ദേശം, അവരുടെ വാപ്പ, അവരുടെ ഉമ്മ, അവരുടെ കുടുംബം. ഇവിടെ ഒന്ന് വായിക്കുക സൂറത്ത് നൂഹ് എടുത്തിട്ട്. ധൈര്യമുണ്ടോ മുസ്ലിയാക്കന്മാരെ? ഇത് വെറുതെ പറയണല്ല. വാ ഇവിടെ, പള്ളിക്ക്, നിങ്ങളുടെ പള്ളിയല്ലേ തൊട്ടടുത്ത്, എടുത്തോണ്ട് വാ മുസാഫ്. എന്നിട്ട് ഇവിടെ ഒന്ന് ഓതി കേൾപ്പിച്ച് ജനങ്ങളെ. ഇനി ഞങ്ങളടുത്ത് വരാൻ പേടിയാണ്, നിങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു പരിപാടി നടത്തി. എന്നിട്ട് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക്, സൂറത്ത് നൂഹ് എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യായം എടുത്തിട്ട്. എവിടുന്നവര് വരുന്നു? നീ അടുത്ത് വെക്കണോ? പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? ഖുർആൻ ആക്യുറായ ഗ്രന്ഥാണെന്ന് പറയാം. ഹിസ്റ്റോറിക്കൽ ആക്യുറസി, അങ്ങനെ എല്ലാ നിലക്കും ഏറ്റവും കൃത്യതയുള്ള ഗ്രന്ഥാണ് ഖുർആൻ. അതിൽ ഒന്നേ ഉദാഹരണം പറയാണ്, അതിൽ ചരിത്രപരമായി തന്നെ കൃത്യമായ ഗ്രന്ഥാണ്. കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ചരിത്രപരമായ കൃത്യത. എന്നാ ഞങ്ങളെ മൗലിദ് തുറക്കീൻ, അതിലെന്താ ഉള്ളത്? അത് ഹിസ്റ്റോറിക്കൽ എറർ, ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ, ചരിത്രപരമായ വിഡ്ഢിത്വം, ചരിത്രപരമായ അബദ്ധങ്ങൾ. അതല്ലേ അതിന്റെ ആകത്തുക? അല്ലേ അതിന്റെ ആകത്തുക? അതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആനിലുള്ളതുപോലെ പേര് വെച്ചു എന്നതുകൊണ്ട് ഖുർആന് തുല്യമാകുമോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മൗലിദ് കിതാബ് ഖുർആൻ നോക്കിയാണ് ഉണ്ടാക്കിയതെങ്കിൽ എന്തിനാണ് ഈ ശബീന നിങ്ങൾ വായിക്കുന്നത്? ഖുർആൻ ഓതിയാ പോരെ? അപ്പൊ രണ്ടുമായില്ലേ, ഓതലുമായി മൗലിദുമായി രണ്ടുമായില്ലേ? എന്തിനാ പിന്നെ അത്? എന്നാ ഖുർആന്
നിങ്ങൾ ഏതായാലും ഖുർആൻ നോക്കി ഉണ്ടാക്കിയല്ലോ. ഖുർആനിൽ എവിടെയാ മോനെ പദ്യവും, ഖുർആനിൽ എവിടെയാ ഗദ്യം? ഖുർആൻ പദ്യത്തിന്റെയും ഗദ്യത്തിന്റെയും ഇടക്കാണ് സ്ഥാനം. നിങ്ങളതോ ആദ്യം എന്ന് തുടങ്ങുന്ന അങ്ങനെ ഹിക്കായത്ത് വായിക്കും. പിന്നെ സ്വലാത്തും വതസ്ലീമും വഅസ്കാതഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി എന്ന് തുടങ്ങുന്ന ഇങ്ങനെ ബൈത്തുകളും. ഇങ്ങനെയാണോ ഖുർആൻ? ആണോ? പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അള്ളാന്റെ ഖുർആൻ അവതരിച്ചിട്ട് കാലം എത്രയായി? 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്ന് വരെ ഖുർആനിൽ ഏതെങ്കിലും ഒന്ന് ആരെങ്കിലും കടത്തിക്കൂട്ടിയെന്നോ അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്നോ? ഇല്ല, ഇല്ല. ഇന്ന് വരെ ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ മൗലിദോ ഞാൻ വരുന്നു ഇൻഷാ അല്ലാഹ്, അതിനിടയ്ക്ക് അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ അലവി സഖാഫി ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള്, ഞാൻ അയാളെ കഥ ആലോചിച്ച് നോക്കാണ്. മൂപ്പരൊരു ഹജ്ജിന്റെ വേറെ ഗ്രൂപ്പിന്റെ ഹജ്ജിന്റെ അമീർ അത്ര മൂപ്പര്. ഈ സ്ഥിതി മൂപ്പര സ്ഥിതി ഇങ്ങനെയാണ്. മൂപ്പര കൂടെ പോണ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ആള് ഇനി നമ്മളെ അലവിനെ കൊണ്ടുവരാം. നമ്മളെ അലവിക്ക് പറയാനുള്ളതുള്ളൂ, എല്ലാം പ്രമാണബദ്ധാണ് എന്നാണ് മൗലിദ്. കേട്ടോ സഹോദരന്മാരെ, ഇപ്പൊ നമ്മൾ മാല മൗലിദുകളിൽ പറയുന്ന പരാമർശങ്ങൾ അതേതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് സഹോദരന്മാരെ പ്രമാണങ്ങൾ കാണും. അതിന് ഖുർആനും സുന്നത്തിന്റെയും പിന്തുണ ഉണ്ടാകും. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലം ഉണ്ടാകും. ഉണ്ടാകുന്നല്ലേ പറഞ്ഞ് പെട്ടെന്ന് പറയാൻ നമുക്ക്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലം ഉണ്ട്. ഏതില്? നമ്മൾ പറഞ്ഞ കാര്യത്തിനൊക്കെ, നമ്മളെ മൗലിദ് കിതാബിൽ പറഞ്ഞതിനൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ശരി, എന്നാ നമ്മളെ അലവി തന്നെ നമ്മളെ വല്ലപ്പുഴയിലെ സംവാദ വ്യവസ്ഥ മറക്കാൻ പറ്റൂലല്ലോ. അവിടെ എത്തിയപ്പോ നമ്മളെ പണ്ഡിതന്മാര് ചെറിയൊരു കയറിൽ കുരുക്കിട്ടിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് ഒരൊറ്റ വലി കഴുത്തിൽ അങ്ങ് കുടുങ്ങിയപ്പോ മൂപ്പര് പറഞ്ഞു എല്ലാം ശരിയല്ല കേട്ടോ, എല്ലാം സത്യസമ്പൂർണ്ണാണ് ഇപ്പൊ പറഞ്ഞു. കേട്ടില്ല നിങ്ങള്? ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലുണ്ട് എന്ന് പറഞ്ഞ ആളാ. വല്ലപ്പുഴയിലെത്തി കയറങ്ങിട്ട് മുറുക്കിയപ്പോ അലവി സഖാവി പറഞ്ഞ വാചകം എന്താ? കേട്ടോളൂ മൂപ്പരെടുത്ത് വർത്താനം. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിൽ സംശയിക്കണ്ട. ഒരാളും സംശയിക്കേണ്ട, എല്ലാരും സംശയിക്കും. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്നതിന്റെ ചുറ്റുഭാഗത്ത് ഇവിടുത്തെ നാട്ടുകാരായ കാരണവന്മാരുണ്ടെങ്കിൽ, പ്രായമേറിയ ആളുകളുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ്, അല്ലയോ പാപ്പമാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പള്ളിയിലെ ഏതെങ്കിലും ഒരു ഖത്തീബ് മൗലിദ് കിതാബ് ഉയർത്തി കാണിച്ചിട്ട് ഇതിനകത്ത് കടത്തിക്കൂട്ടി തെറ്റുകളുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇതെല്ലാം വായിക്കരുത്, ഞങ്ങളോട് ചോദിച്ചിട്ടേ വായിക്കാവൂ എന്ന് ഏതെങ്കിലും ഒരു ഖത്തീബ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശുദ്ധ നുണയല്ലേ അയാൾ പറഞ്ഞത്? ചങ്കലങ്ങ് കയറ് കുടുങ്ങിയപ്പോഴാ വർത്തമാനം പറയാൻ. അതിൽ ശരിയല്ലാത്തതുണ്ട്, പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ആര് ആര്? നമ്മളെ നെഞ്ചിൽ തന്നെ മുജാഹിദികള്. കേട്ടോ അടുത്ത വാക്ക്. ഉദാഹരണം പറയാം. അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു കുന്തോ അറിയില്ല, നിങ്ങൾക്ക് വിവരമില്ല. നിങ്ങളെ മൗലിദ് കിതാബിന്റെ വിഷയത്തിൽ പോലും നിങ്ങൾക്ക് വിവരമില്ല. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയേണ്ടി വന്നത്? നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കടത്തിക്കൂട്ടിയെന്ന് അല്ലേ? അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിവരമില്ല. എന്നാൽ ഔദ്യോഗിക സംസ്ഥയിലെ മുസ്തഫ ഫൈസി പറയുകയാണ്, ഇല്ല ഇല്ല, അതിലബദ്ധമില്ല, അതിലബദ്ധമില്ല. അത് പിന്നെന്താണ്, നമുക്ക് വ്യാഖ്യാനിച്ചൊപ്പിക്കാവുന്നതേ ഉള്ളൂ. ആകെ മുശ്രിക്കുകൾ എത്രയാ മുശ്രിക്കുകൾ വന്നത് ബദറിലേക്ക്. റസൂലുള്ളാഹിയും സഹാബത്തും ചുരുങ്ങിയ ആളുകൾ. ബദറിൽ വന്ന മുശ്രിക്കുകൾ എത്രയാ? 1000-ഓളമുണ്ട്. ആ 1000-ഓളം വരുന്ന ശത്രുക്കൾ പിന്തിരിഞ്ഞോടി എന്നല്ലേ പറയുന്നത്. അതിൽ 70 ആളുകൾ കൊല്ലപ്പെട്ടു, 70 ആളുകൾ ബന്ധനസ്ഥരാക്കപ്പെട്ടു. കുറച്ചാളുകൾ പിന്തിരിഞ്ഞോടി. അതിന് 12,000 ആളുകൾ പിന്തിരിഞ്ഞോടി നോലി ജാല മുഹമ്മദിൽ എഴുതി വെച്ച്. അത് ഓല അബദ്ധടിച്ചതാ. പിന്നെ അത് തിരുത്തി ഓല്.
തിരുത്തിയപ്പോ അല്പം വെട്ടിക്കളഞ്ഞു. അപ്പൊ 12 ആളുകൾ ഓടി. 12 ആളുകൾ ഓടിയാ മുഴുവത്താവോടോ എന്ന് ചോദിച്ച ആളുകൾ. അപ്പൊ അവിടെയും കുടുങ്ങി. അപ്പൊ നമ്മളെ മുസ്തഫ വൈസ് പറഞ്ഞ അതിലൊരു കുഴപ്പമില്ല. അത് മുശ്രിക്കുകളും അവിടെ വന്ന പിശാചുകളും കൂടെ കൂട്ടിയിട്ട് മന്ദിരായിരുന്നാക്കിയാ മതി എന്ന് മൂപ്പരെ കണ്ടുപിടുത്തം. അപ്പൊ അലവിക്ക് തിരിഞ്ഞോ ഇല്ലേ? നിങ്ങൾ പറ. ഞങ്ങൾ കടത്തിക്കൂട്ടോ ഇല്ലേ? ഇല്ല, നിങ്ങൾക്ക് വന്ന അബദ്ധമാണ്. ഇനി അത് മാത്രമോ, സിദ്ദീഖ് മൗലിദ് എന്നൊരു മൗലിദിൽ നിങ്ങൾ റസൂലുള്ളാഹിനെ കള്ളനാക്കിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ ധൈര്യമുണ്ട് മുസ്ലിയാക്കന്മാരെ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ വാക്കിൽ നിന്ന് കളവ് വരുന്നത് കുഴപ്പമില്ല എന്ന് വരെ നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. എവിടെ? സിദ്ദീഖ് മൗലിദിൽ നിങ്ങൾ എഴുതി വിട്ടതാണ്. പിന്നെയോ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മൗലിദിൽ ആകാശത്തുനിന്ന് അന്ന് മുലക്കൂത്തിയായ ലോകത്തുനിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വഹീമായി ഇറങ്ങി വരുമ്പോൾ തന്നെ താഴെ ഇരുന്ന് ഭൂമിയിലിരുന്നു കൊണ്ട് അലി റളിയല്ലാഹു അൻഹു ആ ശബ്ദം കേട്ടിരുന്നു. ഇതിലെ നിങ്ങൾ നിങ്ങൾ എഴുതിയില്ലേ? ചിറകിന്റെ ശബ്ദം, ചിറകടി ശബ്ദം കേൾക്കുന്നയാളാണ് അലി റളിയല്ലാഹു അൻഹു. നിങ്ങൾ എഴുതി വെച്ചു. മാത്രമോ, ഫാത്തിമ ബീവിയുടെ ജനനത്തെ കുറിച്ച് പറഞ്ഞിടത്തും ആ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ എറർ സംഭവിച്ചു. അതിൽ കണക്കിൽ പഴച്ചു. നിങ്ങൾ മേറാജിന് 51-ാമത്തെ വയസ്സിൽ പോയി 35-ാമത്തെ വയസ്സിൽ കുട്ടിയുണ്ടായി നിങ്ങൾ എഴുതി വെച്ചു മൗലിദ് കിതാബിൽ. ഇങ്ങനെ എത്ര ഉണ്ട്? ഇതാണ് നിങ്ങൾ ഖുർആൻ നോക്കി ഉണ്ടാക്കിയത്? ഇതാണോ നിങ്ങൾ ഖുർആൻ നോക്കി ഉണ്ടാക്കിയത്? പരിശുദ്ധ ഖുർആനിൽ ഒരു തെറ്റും കാണാൻ കഴിയില്ല. ഒരു പുള്ളിക്ക് വ്യത്യാസമില്ല, ഒരു വള്ളിക്ക് വ്യത്യാസമില്ല. നിങ്ങൾ കടത്തിക്കൂട്ടിയതൊഴിച്ചാൽ. നിങ്ങളെ സുലൈമാൻ ഉണ്ടല്ലോ, സുലൈമാൻ സഖാഫി, വല്ലാത്ത വിരുദ്ധനാണ് അയാൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ തിരുത്തുണ്ടാക്കാൻ ശ്രമിച്ചു. ആയത്തിലെ ഒരു വാചകത്തിലെ അക്ഷരത്തിലെ ആ ഹർക്കത്ത് അയാൾ തിരുത്തി. എന്തിനെ? അല്ലല്ലാത്തൊരു വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെയ്തിട്ടില്ലേ നിങ്ങൾ? മാപ്പ് പറയേണ്ടി വന്നില്ലേ നിങ്ങൾ ഈ സമുദായത്തിന്റെ മുന്നിൽ? നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. അപ്പോ ഇവരിങ്ങനെ ഇത് എന്നിട്ട് സ്ത്രീകളോട് പറയാണ് വീട്ടിലൊക്കെ മൗലിദ് ഓതണേ. എപ്പോ? ഹൈദുള്ളപ്പോഴും നിങ്ങൾ ഓതണേ മൗലിദ്. കേട്ടോളൂ ഒരു മുസ്ലിം പ്രസംഗം. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ മൗലിദ് ഓതണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതുന്ന സ്ഥലത്ത് ബറക്കത്തുണ്ട്. ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ട്. ഉമ്മമാരെ, നിങ്ങൾക്ക് ഹൈദുള്ള ടൈമിൽ വരെ ഓതാൻ പറ്റിയതാണ് മുത്തുനബിന്റെ മദ്ഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബുറുദ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചൊല്ലുന്ന കവിതകൾ. നാം ഒരിക്കലും അതൊന്നും ഒഴിച്ചു പോകരുത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കേ. എന്താണ് മൗലിദ്? വീട്ടിലോത് ബർക്കത്തുണ്ടാകും. അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിനില്ലാത്ത ബർക്കത്ത് അങ്ങക്ക്. ഇനി മാത്രല്ല ഹൈലുള്ളപ്പോഴും വായിച്ചോടൂന്ന്. ഹൈലുള്ളപ്പോഴും എന്ത് ചെയ്യാ? നിങ്ങൾ ഓതിക്കോളൂ. എനിക്കറിയോ, റസൂലുള്ളാഹിനെ കുറിച്ചൊരു വാക്ക് പറയുമ്പോ, അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വാചകം പറയുമ്പോ, അവിടുത്തെ മദ്ഹ് പറയാൻ വേണ്ടിയിരിക്കുമ്പോൾ അതേ റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിക്കാൻ വേണ്ടി മുൻഗാമികൾ ഇരുന്നാൽ ഉളൂ ഇല്ലാതെ അവര് പറയുമായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, മാലിക് ഇമാമിനെ നോക്ക്, അഹ്മദ് ബിൻ ഹംബലിനെ നോക്ക്, കഴിഞ്ഞുപോയ മഹാരഥന്മാരെ ഒക്കെ നോക്ക്. ഇവർക്കോ പെണ്ണുങ്ങൾ ആരും കിട്ടണില്ല, ഓരോ ഒന്നും നിൽക്കണില്ല. അപ്പൊ ഹൈദുണ്ടെങ്കിലും വായിച്ചോളീൻ, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, മുസ്ലിയാക്കന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ പണി എത്ര പെടുന്നു ഞങ്ങൾ വിചാരിക്കുന്നത്. എത്ര പ്രയാസപ്പെടുകയാണ്. പെണ്ണുങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കാണ്. എപ്പോഴും വായിക്കാവുന്ന ഗ്രന്ഥാണ് ഒട്ടത്. നിങ്ങൾക്ക് എപ്പോഴും വായിക്കാം. ബുർദയും ചൊല്ലിക്കോളീ, ബുർദയും ചൊല്ലിക്കോ. ഇൻഷാ അല്ലാഹ് ബുർദയെ കുറിച്ച് ഞാൻ വരുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇങ്ങനെ അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത സംഗതികളൊക്കെ ഈ മതത്തിലേക്ക് കടത്തിക്കൂട്ടി കൊണ്ടുവന്നു. ഇങ്ങനെ ഇല്ലാത്തതും വല്ലാത്തതും തോന്നിയവാസം ഒക്കെ കടന്നുകൂടിയോണ്ട് തന്നെ മുസ്ലിയാക്കന്മാർക്ക് തന്നെ ഒരു വെറുപ്പ്. നാട്ടുകാർ മുജാഹിദുകളൊക്കെ ചോദിക്കാൻ, അല്ല ചങ്ങായിമാരെ, എന്താ നിങ്ങൾ ഈ വായിക്കണേ, ഇതൊക്കെയാണ് നിങ്ങൾ വായിക്കണം ചോദിച്ചപ്പോ മുസ്ലിയാക്കന്മാർക്ക് തന്നെ ഒരു മടി. അവരെന്നെ മോലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. നമ്മളെ പേരോടുള്ള ദുഃഖം കേട്ടോളൂ നിങ്ങൾ. നിങ്ങൾ എന്താണോ മൗലൂദ്
മുസ്ലിംമാർ മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൗലവിമാർ മൗലൂദ് ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? നീ പണ്ട് പഠിക്കേണ്ടത് മൗലവിമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമീങ്ങൾ ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? മൗലൂദി നമ്മൾ ചെറുങ്ങനെ ആള് കൂടുതൽ വേണ്ട, കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് റബീഉൽ അവ്വൽ ആയാലൊന്ന് ചൊല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തേക്കണം, ഒറ്റൊരാളായാലും തിരക്കില്ല. അതിന് വിളിച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കണം. ഏതെങ്കിലും ഒരു മുസ്ലിയാർ നിങ്ങളെ ആരെങ്കിലും മൗലൂദിന് വിളിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ മുമ്പ് ഖുറാഫികളായിരുന്നല്ലോ, വിളിച്ചിനാ? ഏതെങ്കിലും ഒരു സ്ഥാനം വീട്ടിൽ മൗലൂദിന് പോയിട്ട് ഭക്ഷണം കഴിച്ചു നിങ്ങൾ ആരെങ്കിലും? ഉണ്ടാവൂല. അതിന് കാക്ക മലന്ന് പറക്കണം, അതിനുണ്ടാവൂല. അതാ പേരോട് പറഞ്ഞു, ഉസ്താദ്മാർ ചെറുങ്ങനെ കഴിക്കണം, നാട്ടുകാർ വലിങ്ങനെ. ഉസ്താദ്മാർ ചെറുങ്ങനെ ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുക്കണം. കണ്ടോ? നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇതൊരു വലിയ പുണ്യകർമ്മമാണെങ്കിൽ, ഇതൊരു വലിയ ഉന്നതമായ കാര്യമാണെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഒരു കൊടിയുടെ പേരിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെ തകർത്തു കളഞ്ഞത്? പറയണം നിങ്ങൾ നാട്ടുകാരോട്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ഇല്ലാത്തതൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണോ? ഇല്ലാത്തതൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണോ നാട്ടുകാരൊന്നും മൗലൂദ് നടത്തുന്നതിലേക്ക് ആളുകൾ ഇങ്ങനെ പിന്നോട്ട് അടിക്കുകയാണ്? മുസ്ലിയാക്കന്മാർക്ക് പോലും നാണക്കേടായി. വേണ്ട, ഏതെങ്കിലും മുജാഹിദ് കണ്ട പിന്നെ ഓന്റെ മുന്നും കൂടെ പോകാൻ പറ്റൂല. ഓ അത് ചോദിക്കുക ഇത് ചോദിക്കുക, ഞാൻ വരണില്ല. ചില മുസ്ലിയാക്കന്മാരൊക്കെ പറയും, ഞാൻ അവിടെ പോയി ഇരിക്കുമെങ്കിലും ഇർത്തക്കബത്തൊക്കെ ചൊല്ലുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കലാണ്. എന്തേ? അത് പറയാനൊരു മടിയാണ്. കാരണം അല്ലല്ലാത്ര വിളിച്ച് പ്രാർത്ഥിക്കലല്ലേ, എങ്ങനെയാ അത് പറയാ? പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഇരിക്കാൻ പോണല്ലോ, അങ്ങനെ ഇരുന്ന് കൊടുക്കണാണ് എന്ന് ചില മുസ്ലിയാക്കന്മാര്. നിങ്ങൾ ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ, ഈ സംഗതികളെല്ലാം അല്ലാഹു അല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഇല്ലാത്ത വർത്തമാനങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞൊരു വാചകം ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. മൗലൂദ് ഖുർആൻ നോക്കി ഉണ്ടാക്കിന്നല്ലേ പറഞ്ഞ്? അല്ല, ഈ സാധനം നോക്കിയിട്ട് ഞങ്ങളെ മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയത്. ഇതെന്താ സാധനം? മൗലിദുർ റസൂലിൽ അഅ്ലം, മൗലിദുർ റസൂലിൽ അഅ്ലം, ഉന്നതനായ റസൂലിന്റെ മൗലിദ്. ആരാ എഴുതിയത്? മുല്ല യാസീൻ മുല്ല അഹ്മദ് മിൻ വൈൻ മിനൽ ബഹ്റൈൻ. ബഹ്റൈനിലെ ശീഈ, ഒരു ശീഈ മൊല്ല എഴുതിയതാ മൗലിദ്. നമ്മളെ നാട്ടിൽ സമസ്തക്കാരാണല്ലോ മങ്കൂസ് മൗലിദിന്റെ ആളുകൾ. എത്ര കൊല്ലായി? സ്വഹാബത്തിന്റെ കാലത്തെ ഞങ്ങൾ മൗലിദ് ഓതുന്നവരാടുന്ന പോയിട അവിടുന്ന് 500 കൊല്ലായിട്ടുള്ള മൗലിദ് ഉണ്ടാക്കിയിട്ട് സൈനുദ്ദീൻ മഖ്ദൂമാണെന്നും മമ്പുറം തങ്ങളാണെന്നും അഭിപ്രായ വ്യത്യാസം. ഇവിടെ പറഞ്ഞ മമ്പുറം തങ്ങൾ എന്നാണ് ഇത് കേൾക്കണിയാൽ. സൈനുദ്ദീൻ മഖ്ദൂമാണ് ഇത്ര എഴുതി ഉണ്ടാക്കിയത്. എന്ത്? മങ്കൂസ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ്, ചുരുക്കപ്പെട്ട മൗലിദ് എന്നാണ്. എന്തെന്നാ അത് ചുരുക്കിയത്? ഇതിൽ നിന്ന് ഞാനതിൻ്റെ ശരിക്കുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കായിരുന്നു, മസ്ദർ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പോഴാണ് ഈ കിതാബ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, മങ്കൂസ് മൗലിദിന്റെ തുടക്കം ഉണ്ടല്ലോ. എന്താ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം അല്ലാഹു ആദ്യം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാക്യം ഷോർട്ട് വർത്തമാനാണ്, പെട്ടെന്ന് പറഞ്ഞതാ. അതിനെ വിശദീകരിച്ച രൂപം എവിടെ ഉണ്ടെന്നറിയോ? ഷിയാക്കള മൗലിദിലുണ്ട്. അതെന്താ? അവരുടെ ആദ്യത്തെ വാക്ക് തന്നെ ബദഉ ഖൽഖി നൂരി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പ്രകാശ സൃഷ്ടിപ്പിന്റെ പ്രാരംഭം കേട്ടോളൂ. ഇന്നല്ലാഹ തബാറക വതആല ഖലഖ നൂറ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല ഖൽഖി സമാവാതി വൽ അർള് والعرش والكرسي واللوح والقلم والجنة والنار وقبل أن يخلق آدم ونوحا وإبراهيم وإسماعيل وإسحاق ويعقوب وموسى وعيسى وداود وسليمان عليهم السلام. തഫ്സീലായി വിശദീകരിച്ച് പറയാൻ മങ്കൂസ് മൗലിദ് എന്ത് പറഞ്ഞ്? ഷോർട്ടാക്കി പറഞ്ഞു. എന്ത്? പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത്. എന്നിട്ടോ അതിൽ ബൈത്തും കൊടുത്തിട്ടുണ്ട്. എന്താ? മിൻ നൂരി റബ്ബിൽ അർശി കവ്വന നൂറഹു
والناس في خلق التراب سواء وبه توسل آدم من ذنبه وتشفعت بمقامه حواء. هذا جواب يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ശിയാക്കളെ മൗലിദാ, ശിയാക്കളെ മൗലിദ് എന്നാ ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രകാശം, ആ പ്രകാശത്തിൽ നിന്നാണ് റസൂലുള്ളാഹിന്റെ പ്രകാശം ഉണ്ടാക്കിയത്. എത്രയാ കാണുക, നൂറുകണക്കിന് ഉദാഹരണം കാണാൻ സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല. അറിയോ നിങ്ങൾക്ക് ഇതെവിടുന്ന ഉണ്ടാക്കിയത്? ഷിയാക്കളെ മൗലിദ് കിതാബെന്ന്. പിന്നെ മൂപ്പര് പറഞ്ഞല്ലോ ഓരോ വലിയന്റെ പേരിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഖുർആൻ നോക്കിയിട്ടാണ്. ധാരാ മൗലിദ് സിവാജുൻ നൂറൈൻ വ മൗലിദ് സുബ്തൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പേരിലുള്ള മൗലിദ്. ഇതിനകത്ത് തന്നെ ഖുറൈശികളുടെ പേരിലുള്ളതുണ്ട്, പിന്നെ ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം പ്രത്യേകം മൗലിദുകളുണ്ട്. നിങ്ങൾ ഷിയകളെ കോപ്പി അടിച്ചതാണ്, ഖുർആൻ കോപ്പി അടിച്ചല്ല കേട്ടോ. നിങ്ങളെ നേതാക്കന്മാരായ ഷിയാക്കളെ പിന്നാലെയാണ് നിങ്ങൾ. അവരുണ്ടാക്കിയെടുത്ത മൗലിദാണ്, അതാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ആദ്യമായി ഉണ്ടാക്കിയത് പോലും ഫാത്തിമിയാക്കൾ നിർബൽ ഭരിച്ച മുളഫർ രാജാവിന്റെ കാലത്തൊരു മൗലിദുണ്ടാക്കി. ആ മൗലിദിൽ നിന്നാണ് ഷീഇകളുടെ തുടക്കം. അവിടുന്നാണ് നിങ്ങൾ മങ്കൂസാക്കി ചുരുക്കിയത്. ഇനി നിങ്ങൾ എഴുതി വെച്ച ജാല മുഹമ്മദ് മൗലിദ് ഉണ്ടല്ലോ, ആ മൗലിദിന്റെയും തുടക്കം, ആ മൗലിദിന്റെയും ഉറവിടം ഇതിൽ നിന്നാണ്. പ്രത്യേകം പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇദ്ദേഹം പകര മുഹമ്മദ് ഹസനി, അദ്ദേഹം പറയാണ് ബുറുദ മുമ്പ് എന്തിനൊക്കെ ഓതിന്നറിയോ നിങ്ങൾ? ഇന്നിപ്പോ നമ്മളെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ വാതിന് വരുമ്പോൾ ബുറുദ ഓതലുണ്ട്, പള്ളിക്കലിനൊക്കെ ഒച്ചപ്പാടുമ്പോൾ ഉണ്ടാക്കും. മുമ്പ് അതിനായിരുന്നു ഓതിയത്? അല്ല. പിന്നെന്തിനാ? കേട്ടോളൂ, മൂപ്പര് പറയുന്ന കാണാം. അങ്ങനെ പാടിയിട്ട് കാണാം. ഇട ഇട ബുറുദോതുന്നേ ഇരുമീ മരികിലൂതുന്നേ മരണം അടുത്തൊരടിയനിലേ. മലബാറിലെ പഴയ ആചാരമാണ് ഈ പറഞ്ഞത്. മലബാറിൽ പഴയ കാലത്തുള്ള മുഅ്മിനീങ്ങളുടെ മരണമാണ് ഈ പറഞ്ഞത്. ഇട ഇട ബുറുദോതുന്നേ, ബുറുദ ബൈത്ത് ഇടയിടക്ക് ചൊല്ലുന്നു. ഇരുമീമടുക്കലിലൂതുന്നേ, രണ്ട് മീമുള്ള സ്ഥലത്താണ് ബുറുദ മന്ത്രിക്കേണ്ടത്. ഉദാഹരണം സ്വമമി, സ്വമമി, അമമി, ഇങ്ങനെ രണ്ട് മീമുള്ളതായ സ്ഥലങ്ങളെത്തുമ്പോഴാണ് ബുറുദ മന്ത്രിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ മശായിഖ് നമുക്ക് അതിന്റെ ഇജാസത്ത് തന്നതും. അതാ പറഞ്ഞത് ഇരുമീമടുക്കലിലൂതുന്നേ മരണം അടുത്തൊരടിയനിലേ. മരിക്കുന്ന വ്യക്തിയുടെ അരികിൽ ഒരു ബുറുദയല്ല, ഇടയിട ബുറുദോതുന്നേ. മരിക്കാൻ കിടക്കുന്ന ആളരികിൽ ഖുർആൻ ഒരു ഭാഗത്ത് ഓതുമ്പോൾ ബുറുദ ഒരു ഭാഗത്ത് ഓതിയിരുന്നു. കേട്ടോ, എന്തായിരുന്നു മുമ്പത്തെ മുസ്ലിമീങ്ങൾ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, മരിക്കാൻ കിടക്കുമ്പോഴും ഇത് കേൾക്കേണ്ടി വരുന്നില്ലല്ലോ. ഇന്നത്തെ മുസ്ലിമീങ്ങൾ എത്ര രക്ഷപ്പെട്ടിരിക്കണം. ഈ ജാതി ഒരു വണ്ടിയും വരെ ഓർക്ക് കേൾക്കണ്ട. എന്തേ? മരിക്കാൻ കിടക്കുന്നവന്റെ മുന്നിൽ ബുർദ ഓതിയിരുന്നു. എന്ത് ബുർദ? മരിക്കാൻ കിടക്കുന്നതിന്റെ അവസ്ഥ അറിയാലോ. കൈകാലിട്ടടിച്ചിട്ട് ഓനാ സക്കറാത്തിന്റെ ഹാലിൽ ഹോ ഹോ ബേജാറായിട്ട് കിടക്കുന്ന സമയത്ത് ഇയാൾ ചോദിക്കാണെന്ത്? അമിന്ദി റാനിംബിദി സലമീ മസജിതദം അൻജറാ മിൻ മുഖലതിൻ ബിദമീ. എന്താ ചോദിച്ചത്? അമിൻ തദക്കുരി റാനിംബിദി സലം, ദീസലം എന്ന നാട്ടിലെ അയൽക്കാരനെ ഓർത്തിട്ടാണോ സഖി നിൻ നിണം ചേർത്ത കണ്ണുനീർ ചാലിട്ടൊഴുക്കുന്നത്? ഓ, മരിച്ച് വെപ്രാളത്തിൽ കിടന്നിട്ട് കരയാണ്. അപ്പൊ ചോദിക്കുകയാണ്, ദീസലം എന്ന നാട്ടിലെ അയൽക്കാരനെ ഓർത്തിട്ടാണോ ഇജ്ജ് കരയണേ? കഴിഞ്ഞില്ല. അതല്ല,
കാളിമത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ല കാറ്റും അടിക്കുന്നുണ്ടോ? അതല്ല, ഇളം ദേശത്ത് നിന്ന് മിന്നൽ പിണർ പ്രത്യക്ഷപ്പെട്ടുവോ? ഈ ജാതി വർത്താനങ്ങളൊക്കെ കേൾക്കും മരിക്കാൻ കിടക്കുന്നു. അങ്ങനെ അറബി അറിയണ്ടല്ലോ, കാലുമടക്ക് ഒറ്റ തൊഴു കൊടുക്കും. ചങ്ങായി ഞാൻ മേജാറായി കിടക്കും വെച്ച് പാട്ടുപാടാണ്. പോരാത്തതിന് ഇടക്കിടക്കും ഊത്തല്. എന്താ ഇടയിടെ ബുറുതോതുന്നേ ഇരുമീ മരികിലൂതുന്നേ മരണമടുത്തോരടിയനിലേ. മലബാറിലെ മുസ്ലിമീങ്ങൾ എത്ര പ്രയാസപ്പെട്ടു. മുസ്ലിമീങ്ങളെ നിങ്ങൾ എത്ര സന്തോഷം. ഈ ജാതി ഒരു വണ്ടിയും പോലും വേണ്ടല്ലോ. ഇങ്ങനെ ആരുടെങ്കിലും ഓതുമ്പോൾ വിചാരിക്കും പഠിച്ചോലെ നേരത്തെ തന്നെ ഞാൻ മുജാഹിദാവേണ്ടതായിരുന്ന ഈ ജാതി ഒരു പേർഷാനി എനിക്കും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നതാ. ഇതിനെയൊക്കെയാണ് ശക്തമായ പ്രബോധനത്തിലൂടെ മുജാഹിദുകൾ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് ശുദ്ധമായ ആദർശത്തിലേക്ക് കൊണ്ടുവന്നു. മരിക്കാൻ കിടക്കുന്നിടത്ത് മാത്രം കൊണ്ടുപോകുമ്പോ തന്നെ ജാഥ വിളിച്ചിട്ടാ പോവാ. മുമ്പ് പറഞ്ഞത് ഇടയ്ക്ക് പറഞ്ഞിരുന്നു ബുർദ ഓതിട്ടുണ്ട്, അത് മുമ്പ് കൊണ്ടുപോയിരുന്നെന്ന്. ബുർദ ഓതിയിട്ടാ കൊണ്ടുപോയിരുന്നാ പറഞ്ഞത്. നിലക്കൊന്നും ഇപ്പൊ കിടക്കണില്ല. അതിന്റെ കൂട്ടത്തിൽ പറയട്ടെ, മുജാഹിദുകളെ മയ്യത്ത് കൊണ്ടുപോകും, മുണ്ടാതെ പോകും. കണ്ടോ, ചത്ത പശുക്കളെ കൊണ്ടുപോകണ പോലെ അവര് കൊണ്ടുപോകുന്നത്. നമ്മളോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൊണ്ടുപോകുന്നത്. വഹാബികളുടെ കാര്യം പരിതാപകരമല്ലേ എന്ന് ചോദിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. എന്നാലേ ഞങ്ങൾ സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിലാടോ, റസൂലുള്ളാഹിയും സഹാബത്തും പഠിപ്പിച്ച മാർഗത്തിലാണ് ഞങ്ങൾ. മരണപ്പെട്ട വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ, ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ജനാസയെ അനുഗമിക്കുന്ന ആളുകൾ മുണ്ടാതെ പോകണമെന്നാണ് സലഫു സാലിഹീങ്ങളുടെ രീതി. അത് നിങ്ങൾക്കറിയാത്തതാണ്. കേട്ടോ, ഒരു മുസ്ലിയാരെ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫു സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവും. അപ്പൊ കേട്ടോ, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതിൽ തർക്കമില്ല. ഏത് മുസ്ലിയാർക്കാ തർക്കം? ഏത് മുസ്ലിയാർക്കാ തർക്കം? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണമെന്നല്ലേ? അവിടെ മുദ്രാവാക്യം വിളിക്കണമെന്നാണോ? ഇല്ല ഇല്ല, മിണ്ടാതെ പോകലാണ് വേണ്ടതെന്ന്. അതാ സലഫു സാലിഹീങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ഇമാം നബവി തന്നെ അൽ-അദ്കാറിൽ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പ്രമാണത്തിലുള്ളതേ ചെയ്യുള്ളൂ. മുജാഹിദികൾക്ക് മുമ്പ് തറാവി 20, പിന്നെ 8, ഇപ്പൊ എപ്പോഴും ആകാന്ന. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാന്തപുരം വിഭാഗം അടുത്ത പരിപാടി വെക്കുന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മറുപടി പറയാൻ? ഞാനിതാ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് ഒരു സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ മുസ്ലിയാക്കന്മാരെ? ഞങ്ങളെ കയ്യിൽ അഹ്സനിമാരെ കിട്ടിയിട്ടേ ഞങ്ങളെ മുന്നിൽ അഹ്സനി ഇരുന്നു. ഞങ്ങൾ ചോദിച്ചു, അയാൾ പറഞ്ഞു റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അള്ളാന്റെ റസൂൽ 20 നിസ്കരിച്ചിട്ടില്ല. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്ക്. അവിടുത്തെ പ്രിയപത്നിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തേ പറഞ്ഞത്? അവിടുന്ന് റമദാനിലാണെങ്കിലും അല്ലാത്ത കാലത്താണെങ്കിലും അവിടുന്ന് 11-നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. എല്ലാ കാലത്തും റസൂലുള്ളാഹി നിസ്കരിച്ചു. റമദാനിൽ പ്രത്യേകം തർവീഹാത്തുകൾ എടുത്തുകൊണ്ട് നിസ്കരിച്ചു. കേട്ടോ, കിതാബ് പഠിക്കണം, ഹദീസ് പഠിക്കണം, കൃത്യമായി പണ്ഡിതന്മാര് പറഞ്ഞത് പഠിക്കണം. അറിയില്ലേ, മാലിക് ഇമാമിന്റെ മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാർ എത്രയാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹി 20 നിസ്കരിച്ചതോ സ്വഹാബത്ത് ചെയ്തതോ ഇല്ല. അങ്ങനെ ഒരു തെളിവേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല, മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ച നിസ്കാരം അത് സ്വലാത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരമാണ് എന്ന് ഖാലൽ ജൗരി എന്ന് പറഞ്ഞുകൊണ്ട് സുയൂത്തി രേഖപ്പെടുത്തും നമുക്ക് കാണാൻ പറ്റുന്നു. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ,
ഞങ്ങൾ പ്രമാണത്തിലുള്ളതേ ചെയ്തിട്ടുള്ളൂ, ഇല്ലാത്ത ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, മുജാഹിദുകളെ തുടർന്ന് നിസ്കരിക്കരുത്, അവരുമായി ഒരു ബന്ധവും പാടില്ല, അവരടുത്ത് തിന്നാൻ പാടില്ല, എന്തൊക്കെയാണ് മുസ്ലിയാക്കന്മാർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. എന്നാലേ പടച്ചോ നിങ്ങൾക്ക് ചരിത്രപരമായ ഒരു ശിക്ഷ നൽകിയിട്ടുണ്ട്. നേരെ തിരിച്ചു ഇപ്പൊ എന്താ, മുസ്ലിയാക്കന്മാരെ തന്നെ APAയും കാന്തപുരത്തെ ഒന്നും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഔദ്യോഗിക സമസ്തയിലെ പണ്ഡിതന്മാര് തന്നെ പറഞ്ഞു തുടങ്ങി. കേട്ടോളൂ. ഹുസൈൻ ചേലാമ്പ്ര, എൻ്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദ തിരുകേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. കേട്ടോ, കാന്തപുരം വിഭാഗത്തിലെ ആളുകൾ കണ്ണു തുറന്ന് കണ്ടോളൂ, കാത് തുറന്ന് കേട്ടോളൂ. നിങ്ങളെ വലിയ ശൈഖുന കാന്തപുരത്തെ തന്നെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഉസ്താദിനെ പറ്റൂലെങ്കിൽ പിന്നെ ശിഷ്യന്മാരെ കാര്യം പറയാനുണ്ടോ? മാത്രല്ല അയാൾ നിക്കാഹ് ചെയ്തു കൊടുത്താൽ അത് സഹീഹാകൂല, അയാളെ അറുത്താൽ തിന്നാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, എന്ത് സുൽത്താനായിട്ടെന്താ, എന്ത് ഖബറായിട്ടെന്താ, എന്ത് കമറായിട്ടെന്താ, ഒരു കാര്യവുമില്ല. ആരാ പറഞ്ഞ്? നിങ്ങളെ കൂട്ടത്തിലെ പണ്ഡിതന്മാര് തന്നെയാ. ഏയ്, നിങ്ങളെ ഉസ്താദിന്റെ കയ്യിന്ന് സനത് വാങ്ങി പുറത്തിറങ്ങിയ സക്കാഫിയാണത്, ഇസ്മായിൽ സക്കാഫി. മൂപ്പരെന്തോ സനത് കിട്ടണവരെ മുണ്ടിയില്ല. സനത് കിട്ടിക്കഴിഞ്ഞ് പുറത്തു വന്ന് പറഞ്ഞു, പഠിച്ചോനെ ഈ ജാതി ആളെടുത്താണല്ലോ ഞാൻ നിന്നത്, ഇത് ജനങ്ങളെടുത്ത് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിലേക്ക് മടങ്ങിപ്പോരോ. മുജാഹിദുകൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ വേണ്ടി വന്ന നിങ്ങൾ പടുകുഴിയിലാണ് കേട്ടോ. നിങ്ങൾ അഗാധ ഗർത്തത്തിൽ ആണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് മടങ്ങി വരണേ. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, പരലോകത്തേക്ക് നമുക്കൊന്ന് പോകേണ്ടതില്ലേ? ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകേണ്ടവരല്ലേ നമ്മൾ? അതെ, മലക്കുൽ മൗത്ത് കടന്നു വന്നാൽ അതോടെ നമ്മളുടെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിയുകയാണ്. അടുത്തത് ഖബറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ഉത്തരം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. പരലോകത്ത് എത്തിയാൽ കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, അവിടെയെല്ലാം ഒറ്റക്കൊറ്റക്ക് മാത്രം റബ്ബിന്റെ അടുത്ത് കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരികയാണ്. അപ്പോൾ ഇവിടുത്തെ സംഘടനാ സംവിധാനങ്ങളില്ല, ഇവിടുത്തെ ഉസ്താദുമാര് നേതാക്കന്മാരില്ല, ആളുകളെ ത്രസിപ്പിച്ചു നിർത്തുന്ന മറ്റാളുകളില്ല. ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ അടുത്ത് എത്തുമ്പോൾ എന്ത് മറുപടി പറയുമെന്ന് ചിന്തിക്കണ്ടേ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ശരിക്ക് ആലോചിച്ച് ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളണേ. ഖൈറായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.